ദൈവനാമമാകട്ടെ. മിഷൻ സദാശക്തി ആത്മീയ കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ളതായ ഈ സംരംഭത്തെ വിടുവാൻ ഇടയാക്കിയതാണ്. അതിലെ ഇപ്പോൾ 6ാമത്തെ എപ്പിസോഡിലോട്ട് നാം കടന്നിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചിന്തിച്ചതായ ആ കാര്യം ഒന്ന് അവലോകനം ചെയ്യാൻ തക്കവണ്ണം ഉന്നമേ ആഗ്രഹിക്കുന്നു. നാം ഈ പ്രത്യേകമായ ഒരു സൈഡിലോട്ട് നീങ്ങിയത് ആദ്യം തുടർമാനമായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ന്യായപ്രമാണം ലഭിച്ചതായ, വ്യക്തമായി ലഭിച്ചതായ, അല്ലെങ്കിൽ ഒരളവിൽ നമ്മൾ അറിയേണ്ട വിധത്തിൽ അറിയാൻ തക്കവണ്ണമുള്ള അവസ്ഥയിൽ ലഭിച്ചതായ ചില ആൾക്കാരുടേതായ പേരുകളായിരുന്നു. അതിൽ ആദാം തൊട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരേണ്ടതായ അവസ്ഥയിൽ താൻ ലഭിച്ച ആളെന്നല്ല, താൻ നൽകി എന്നുള്ള അവസ്ഥയിൽ തന്നെ അത് നാം ചിന്തിക്കുകയുണ്ടായി. അതിൽ നോഹയുടെ ടൈം എത്തിയപ്പോഴാണ് നാം അല്പം വ്യതിചലിക്കുവാൻ തക്കനിടയായത്. അവിടെ വെച്ച് നാം നോഹ കഴിച്ചതായ ആ യാഗത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അപ്പോ നോഹ യാഗം കഴിക്കുമ്പോൾ ഉണ്ടായതായ പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചതാണ്. അത് ഞാൻ വെറുതെ ഓടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആ ഭാഗത്തോട്ടുള്ള ഇപ്പൊ നാം പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലുള്ളതായ ആ കാൽവിനിസം, അർബനിസം, അതിന്റെ അത് സ്ലൈഡ് ആയിട്ടില്ല. ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ സ്ലൈഡ്. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തിലോട്ട് വരുമ്പോ അത് നാൾ വഴികളിൽ നിന്നുള്ളതായ ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ മാത്രം ഇത് കാണിച്ചാൽ മതി. അപ്പൊ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതായ ആ കാൽവിനിസം, അർബനിസം എന്ന് പറയുന്ന കാര്യത്തെ ഒന്ന് അവലോകനം ചെയ്യാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. അത് നാം ചിന്തിക്കാൻ തക്കണം ഇടയായതിൻ്റെതായ കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യൻ ദൈവത്തെ പോലെ, നമ്മൾ ഒരുവനെ പോലെ ആയി തീർന്നു എന്ന് പറഞ്ഞതായ ആ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ്. അത് അതിൻ്റെതായ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. മനുഷ്യന് ആത്മാവിന്റെ ജീവൻ നഷ്ടപ്പെട്ട അനന്തരം അവൻ നേടിയെടുത്തതായ ഒരു, അല്ലെങ്കിൽ സാത്താന്റെ കൂടെ നിന്നുകൊണ്ട് ദൈവം ആഗ്രഹിക്കാത്തതായ ഒരു കാര്യം അവൻ നേടിയെടുത്തു. ആ ദൈവത്തിൻ്റെതായ തന്നെ ഒരു പ്രത്യേക സ്വഭാവ ഗുണമാണ്. നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്നതായ സ്വഭാവ ഗുണം ആ ദൈവത്തിൻ്റെതാണ്. അത് ആ ദൈവത്തിന്റെ എന്ന് വെച്ച് കഴിയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നാം ഗ്രഹിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയുള്ളതായ ഒരവസ്ഥ മനുഷ്യൻ നേടിയെടുത്തു എന്നുള്ളതാണ്. അപ്പോ ഇന്ന് നമ്മളിപ്പോ ഈ കാൽവിനിസം, അർബനിസം ചിന്തിക്കുന്നത്, ഈ കാൽവിനിസം എന്ന് പറയുന്ന ആ കൂട്ടരുടേതായ ചിന്താഗതി എന്ന് പറയുന്നതല്ല. നാം അത് ഒരു പ്രത്യേകമായ അവര് ഒരു ടുലിപ്പ് എന്ന് പറയുന്നതായ ഒരു ഈ അതിന്റെ ഇതാണ് അബ്രിവേഷനിലാണ് അത് പഠിപ്പിക്കുന്നത്. അതിന്റെ അത് പറയുന്നത് ടോട്ടൽ ഡിപ്രാവിറ്റിയാണ്. ഒരു വ്യക്തി, ഒരു മനുഷ്യന് ടോട്ടൽ ഡിപ്രാവിറ്റിയാണ്. അതുകൊണ്ട് മനുഷ്യന് ഒരിക്കലും സ്വയമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം പറ്റിയില്ല. ദൈവം നേരത്തെ തന്നെ അവന്റെ രക്ഷ ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. പിന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ളതായ, അത് ഞാൻ ഓടിച്ചു പറയാൻ കേട്ടോ, അൺകണ്ടീഷണൽ ആയിട്ടുള്ളതായ ഇലക്ഷൻ ആണ്. ആ ഇലക്ഷനോട് ബന്ധപ്പെട്ട് അതിന് മാറാനൊന്നും പറ്റില്ല. അത് പൂർണ്ണമായിട്ട് അത് ഉൾക്കൊണ്ടേ മനുഷ്യൻ പോവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സെലക്ട് ചെയ്ത ആൾക്കാരെ, മുന്നേ നിയമിച്ചിട്ട് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അതിലോട്ട് കടന്നു വരാൻ തക്കവണ്ണം പറ്റുകയുള്ളൂ. പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ളതായ അറ്റോൺമെന്റ് ആണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്തതായ ആ പ്രവർത്തനം അത് പരിപൂർണമായ എല്ലാവർക്കും വേണ്ടിയല്ല. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി എല്ലാവർക്കും വേണ്ടി നിലനിൽക്കാൻ തക്കവണ്ണം സാധിക്കുന്നുവെങ്കിലും ദൈവം അത് ഉദ്ദേശിച്ചിട്ടില്ല. താൻ മുൻ നിയമിച്ചവർക്ക് വേണ്ടി മാത്രമാണ് അത് ദൈവം പ്രയോജനപ്പെടുത്തുന്നുള്ളതാണ് അവരുടേതായ ഒരു ചിന്താഗതി. പിന്നെ പറയുന്നത് ഇറസിസ്റ്റിബിൾ ഗ്രേസ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവം വെച്ചിരിക്കുന്നതായ കൃപയെ ഒരിക്കലും നമുക്ക് തടുക്കാൻ തക്കൊണ്ട് പറ്റിയില്ല. അത് സ്വീകരിച്ചേ അടങ്ങുള്ളൂ. ദൈവം സോവറിനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. ഇങ്ങനെയുള്ളതായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ദൈവം എടുത്ത തീരുമാനങ്ങൾക്ക് മനുഷ്യൻ വിധേയപ്പെട്ടേ പറ്റുള്ളൂ. അപ്പൊ ഗ്രേസ് എന്ന് പറയുന്നത് ആർക്കും അത് വേണ്ടെന്ന് പറയാൻ തക്കൊണ്ടും പറ്റിയില്ല.
പിന്നെ അവസാനം ഈ TP എന്ന് പറയുന്ന വെച്ചാൽ പെർസ്യൂവറൻസ്. ദൈവം മുൻകണ്ടവരെ അവർ രക്ഷിക്കപ്പെടും ദൈവത്തിന്റെ ആളുടെ വ്യവസ്ഥ അനുസരിച്ചിട്ട്. അവർ പിന്നെ അത് നിലനിന്ന് പോകും എന്നുള്ളതായ ആ പരിപൂർണമായ ഒരു വ്യവസ്ഥയാണ് ഈ ടുലിപ്പ് എന്ന് പറയുന്നതായ ഈ അബ്രിവേഷനോട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ വെളിപ്പെടുന്നത്. അത് അർമേനിയസത്തിന്റെ ആളുടേതായ ഒരു രത്ന ചുരുക്കമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ അല്ല കാൽവിനിസത്തിന്റെ. അർമേനിസം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇതിന് വിരവാണ്. ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറയുന്നില്ല. മനുഷ്യന് തീരുമാനം എടുക്കാൻ തക്കവണ്ണം കഴിവുണ്ട്. അതാണ് നാം പ്രത്യേകം ഇപ്പോൾ ചിന്തിച്ചത്. അത് ആദ്യം അത് പറയണ്ടായല്ലോ. ഞാൻ ഓടിച്ചു പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ ഓടിച്ചു പവൻ പറയണമെന്ന് മാത്രം. ഒരു 5 മിനിറ്റ് കൂടെ എടുത്തിട്ട് അത് തീർക്കാൻ തക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നത് മനുഷ്യൻ നമ്മെ പോലെ ആയിത്തീർന്ന് പറയുമ്പോൾ മനുഷ്യൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അവന് ശരിയായ ഉത്തരവാദിത്വമുണ്ട്. നന്മ ചെയ്താൽ നന്മയുടെയുള്ള ഉത്തരവാദിയാണ്, തിന്മ ചെയ്താൽ തിന്മയുടെ ഉത്തരവാദിയാണ്. ദൈവം ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ പാപത്തെ ഒരിക്കലും ദൈവത്തിന്റെ മേൽ വെക്കാൻ തക്കവണ്ണം പറ്റിയില്ല. മനുഷ്യ ഉത്തരവാദിയായ പാപശിക്ഷ ഏൽക്കണം. ചിലവര് പറയുന്നുണ്ട്, ഇന്ന് നിരീശ്വരവാദികളും മറ്റു പലരും പറയുന്നത് ദൈവം സൃഷ്ടിച്ചാലുള്ള മനുഷ്യൻ ദൈവത്തിന് അറിയാൻ പാടില്ല അവനത് ചെയ്യുമെന്ന്. പിന്നെ എന്തിനാ അതിൽ അങ്ങനെ ചെയ്യാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയത് എന്നുള്ളതായ ഒരു ദൈവത്തെ കുറ്റാരോപണം ചെയ്തുകൊണ്ടുള്ളതായ ചില ചിന്താഗതികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികളും മറ്റും ഉയർന്നു നമുക്ക് കാണാൻ തക്കവണ്ണം സുവിശേഷ വരത്ത് പോകാൻ നേരം. പറയേണ്ട സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു റോബോട്ട് പോലെ, ഒരു യാന്ത്രിക മനുഷ്യനെ പോലെ അല്ല. ചുരുക്കം പറയാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പട്ടിയെ കഴുത്തേൽ കയറിയിട്ട് വലിച്ചു കിടക്കുന്നതും ആ പട്ടിയുടെ പേര് വിളിച്ചു നമ്മൾ ആ പട്ടിയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസമാണ്. അപ്പോ കയറ് വെട്ടി കൊണ്ട് നടക്കുന്നതിനേക്കാൾ വളരെയധികം ആ പട്ടിക്ക് പേര് കൊടുത്തിട്ട് ആ പട്ടിയെ പേരനുസരിച്ച് എത്രയോ പട്ടികൾ വളരെയധികം അനുസരണമായിട്ട് ജീവിക്കുന്നു. അത് കാണുമ്പോൾ നാം ഇവിടെ എത്രയോ ഒരു വിധമുള്ളതായ പുറമേയുള്ള പ്രേരണയില്ലാതെ കേട്ടതായ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അനുസരിക്കുന്നതായ പട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വ്യക്തിയമാണ് എന്ത് കൊടുക്കും, അതിന് ട്രെയിൻ ചെയ്ത ആൾക്കാരെ കൊടുക്കും. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു യാന്ത്രിക മനുഷ്യനല്ല, സ്വയമായിട്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിന്റെ രൂപത്തിൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതെല്ലാം ഉൾക്കൊണ്ടുണ്ട്. അത് കൂടാതെ തന്നെ നന്മ തിന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് ഉത്തരവാദി ആവാൻ തക്കോണവും മനുഷ്യൻ തന്നെ തിരഞ്ഞെടുത്താണ് ആ കാര്യം. സാത്താൻ പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അത് ശരിയാണ് അവൻ പറഞ്ഞത്. പക്ഷേ വേറൊരു കാര്യമാണ് സംഭവിച്ചെന്ന് നമുക്ക് അറിയാം. അത് വ്യാഖ്യാനിക്കുന്നില്ല. പറയേണ്ട സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ തീരുമാനിക്കാം. അവന് ടോട്ടൽ ഡിപ്രാവിറ്റി അല്ല. അത് എന്താണ്? അത് വളരെ വ്യക്തമായിട്ട് റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ അറിഞ്ഞതാണ്. അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് നന്മ ചെയ്യാൻ തക്കവണ്ണം ആഗ്രഹമുണ്ട്, എന്നിരുന്നാലും എന്റെ ജഡത്തിൽ ഒരു തിന്മ വസിക്കുന്ന പ്രവണതയായ നന്മക്ക് വരെ തിന്മയാണ് ചെയ്തു പോകുന്നത്. അങ്ങനെ ഈ ബലഹീനമായ ശരീരത്തിന് ആരെന്നെ രക്ഷിക്കും എന്നുള്ളതായത് അവസാനമായിട്ട് പറയും. പിന്നെ പറയും, അതുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിന്റെ നിമിത്തം ദൈവത്തിന് സ്തുതിക്കുന്നു. പിന്നെ 8-ാം അധ്യായത്തിൽ 1-ാം വാക്യം പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് യാതൊരു ശിക്ഷാവിധി ഇല്ലെന്ന്. അപ്പൊ അവിടെ കൊണ്ട് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയാണ് ആഗ്രഹമുണ്ടെന്ന്. എവിടെ ആഗ്രഹമുണ്ട്? അവന്റെ ആത്മതലത്തിൽ മരിച്ച ആത്മാവിന് ആത്മീയത്തിന് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പ്രവർത്തിക്കാൻ തക്കൊന്നും പറ്റാത്തതായ ബലഹീനമാണെന്നാ പറയുന്നത്. ജഡത്തിന്റെ ബലഹീന നിമിത്തം ജഡത്തിന് ചെയ്യണമെങ്കിൽ നമ്മൾ റോമലേഖനം 7-ന്റെ 14-ാം വാക്യത്തിൽ പറയുന്ന പോലെ ന്യായപ്രമാണം ആത്മീയമാണ്. അതുകൊണ്ട് ആത്മാവിന്റെ പിൻബലത്തിൽ മാത്രമേ ന്യായപ്രമാണം നിർദ്ധരിക്കാൻ തക്കൊണ്ട് പറ്റുകയുള്ളൂ. അത് മനുഷ്യനത് പിൻബലമില്ലാത്ത മരിച്ചൊരു ആത്മാവായിരിക്കാൻ അത് നിർദ്ധരിക്കാൻ തക്കൊണ്ടും പറ്റാത്ത അവസ്ഥയെ. പക്ഷെ ഈ മരിച്ച ആത്മാവിനെ നമ്മൾ ചിന്തിക്കുന്ന പോലെ മരിച്ചിട്ട് അങ്ങോട്ട് ശക്തിയില്ലാത്തതല്ല, അതിന് ശോഭ നഷ്ടപ്പെട്ടു എന്ന് പറയണം. അതാണ് റോമലേഖനം 3-20 വായിക്കുന്നത് നമ്മൾ. പാവം ചെയ്ത് ദൈവത്തിന് തേജസ് നഷ്ടപ്പെട്ടവരാണ്. തേജസ്സാണ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ സാത്താന്റേതായ രൂപത്തിലോട്ട്, തേജസ് നഷ്ടപ്പെട്ട സാത്താന്റെ രൂപത്തിലോട്ട് കടന്നുപോയത് കൊണ്ടാണ് കർത്താവ് എന്ന് പറയുന്നത്, നിങ്ങൾ അബ്രാഹാമിന്റെ മക്കളല്ല, നിങ്ങൾ സാത്താൻ സത്യമാണെന്ന് പറയും. തേജസ്സില്ലാത്ത എല്ലാ ആത്മാക്കളും ദൈവത്തിന്റെ ആത്മാവല്ല. തെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വചനപ്രകാരം പഠിക്കുമ്പോൾ ദൈവം നൽകിയത് ആത്മാവിന്റെ ശോഭ തിരിച്ച് ദൈവത്തിലോട്ട് തന്നെ കടന്നു പോകുമ്പോൾ ആ ആത്മാവ് മരിച്ച അവസ്ഥയിൽ അന്ധകാരത്തിൻ്റെതായ ആ അധിപതിക്ക് അല്ലെങ്കിൽ ആ അന്ധകാരത്തിന്റെ അവസാനത്തിലേക്ക് അവൻ വിധിക്കപ്പെട്ടവനായി തീരുന്നു. അപ്പൊ ഇവിടെ പറയുന്നതിന്റെ സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച ആത്മാവിനും ആഗ്രഹങ്ങളുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിന് മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാൻ കൊണ്ട് പറ്റും. ആ ധനവാന്റെ കാര്യം, അവൻ ജീവനുള്ള ആത്മാവായിരുന്നെങ്കിൽ ആ സ്വർഗത്തിലായിരുന്നു.
പക്ഷെ അവൻ ആത്മാവ് വീണ്ടും ജനിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷെ അവിടെ നിന്ന് പോലും അവന് തൻ്റെതായ സഹോദരന്മാരെ കുറിച്ചുള്ള വീണ്ടും വിചാരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് കർത്താവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് ഇവരുടെ ഉള്ളതായ ഈ കാൽവിനിസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം തെറ്റിയിരിക്കുകയാണ്. മനുഷ്യന് തീരുമാനങ്ങൾ എടുക്കാൻ തക്കവണ്ണമുള്ളതായ ആഗ്രഹമുണ്ട്, നന്മ. ആത്മാവ് മരിച്ച ശേഷമാണ് നല്ലതിന്റെ തിരിക്കാനുള്ള കഴിവ് ലഭിച്ചതായിട്ടാണ് വായിക്കുന്നത്. നീ തിന്നുന്ന ആളിൽ മരിക്കും, ഇന്നിപ്പോൾ അവന്റെ ആത്മാവ് മരിച്ചു. എന്നിട്ട് പിന്നെ പറയുന്നത് ഇപ്പോൾ മനുഷ്യൻ മരിച്ച ആത്മാവുള്ള മനുഷ്യൻ നമ്മെ പോലെ ആയി. എങ്ങനെയാ? നന്മ തിന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയ്ക്കും തിന്മയ്ക്കും ഉത്തരവാദിയായി എന്നുള്ള അവസ്ഥയിൽ അവനായി തീർന്നു. അപ്പൊ ഇതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ കാൽവിനിസത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളതായ ആ ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറയുന്നത് തെറ്റിപ്പോയി. എന്ന് വെച്ചാൽ നമ്മൾക്ക് കൃപ ലഭിക്കാൻ വിശ്വാസാലോ നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ ആരാധന വിശ്വാസം എന്ന നമ്മുടെ അവസ്ഥ നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. അത് നാം വായിക്കുന്നുണ്ടല്ലോ, യേശുവിനെ കർത്താവെന്ന് വായ ഡേറ്റ് പറയുകയും ചെയ്യും, അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ വ്യവസ്ഥകളുണ്ട്. അത് നാം പശ്ചാത്താപിക്കും എന്നുള്ള വ്യവസ്ഥയുണ്ട്, വിശ്വസിക്കുന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ ഈ കാൽവിനിസംകാർ അതൊന്നും പറയുന്നില്ല. അതൊന്നും അല്ല അവരുടെ ഉള്ളതായ. അപ്പൊ പല കാര്യങ്ങളിലും അത് തെറ്റിപ്പോയി. അർമേനിസത്തിന്റെ ഉള്ളതായ ചിലതായ അപാകതകളുണ്ട്. നമ്മുടെ രണ്ടിനും പെടാത്തതാണ്. നമ്മൾ വചനത്തിന്റെ അടിസ്ഥാനം നിൽക്കുന്നവരാണ്. പറയേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോ നമ്മൾ എന്താണെന്ന കാര്യം നമ്മൾ എന്താണെന്ന കാര്യം വ്യക്തമായിട്ട് പഠിക്കുന്നതാണ് ഈ ന്യായപ്രമാണം തന്നെ. അപ്പൊ അത് ഞാൻ രത്ന ചുരുക്കമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് നാം ചിന്തിക്കാൻ തക്കോണം ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലിട്ട സൈഡിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാല് കർത്താവ് യേശുക്രിസ്തു രക്ഷണീയ വേലയോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ നാഴികക്കല്ലുകളായി തീർന്നുള്ളതായ ചില വ്യക്തികളുടേതായ കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ അതില് ആദാമിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദാം പാപം ചെയ്തിട്ട് അവൻ ദൈവം നമ്മൾ ചിന്തിച്ച അതേ കാര്യം തന്നെ ഇപ്പൊ ഒന്ന് ഞാൻ പറയുന്നു മാത്രം. പാപം ചെയ്ത ശേഷം അവൻ ആത്മാവിൻ്റെതായ തേജസ് നഷ്ടപ്പെടുത്തി ഒരു ഉത്തരവാദിത്വമുള്ള വ്യക്തിത്വം ഉള്ളവനായി തീർന്നു. അത് തന്നെ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതാണ് ആദ്യമായിട്ടുള്ളതായ ആ നാളുവഴികളിൽ തുടർമാനമായിട്ട് കാണുന്നത്. അപ്പോ റോഷൻ അതിലെ ആദാമിന്റെയും ഹവ്വയുടെയും അതാണ് ആദ്യം നമ്മളിപ്പോ ചിന്തിക്കുന്നത്. അതാണ് നമ്മൾ അതിന് ആ സൈഡിട്ട് റോഷൻ അതാ ആദാമിന്റെ ഹവ്വയുടെയും അതല്ല അത് തന്നെ. ഇതോടുള്ള നമ്മളത് ആ സൈഡ് കാണിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തക്കവണ്ണമാണ്. അപ്പോ ഇവൻ പാപം ചെയ്ത് നിത്യജീവൻ നഷ്ടപ്പെട്ടവനായി തീർന്നു. അപ്പൊ അതിനോട് ഒന്ന് രണ്ട് കാര്യം കൂടി നമുക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ട് പോകാം. മനുഷ്യൻ പാപം ചെയ്ത് നിത്യദേശത്തെ ആത്മാവിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയവനാണെങ്കിലും തന്നെയും അവൻ വേറൊരു കാര്യം നേടി. ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം അവൻ നേടി. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നന്മ തന്മകളെ തിരിച്ചറിയാൻ തക്കോണം ദൈവത്തെ പോലെ തന്നെ ഉത്തരവാദിത്വം കൂടി തിരിച്ചറിയാൻ തക്കോണവും അതിൻ്റെതായ പ്രത്യേകത അനുഭവിക്കാൻ തക്കോണമുള്ളതായ അവസ്ഥയിലൂടെ നാം കടന്നു വന്നു എന്നുള്ളതാണ് സാരം. അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടെ എടുക്കേണ്ട. അതുകൊണ്ടുള്ള ബന്ധത്തിൽ മനുഷ്യനെ ദൈവം മുന്നോരിക്കാനുള്ളതായ വാഗ്ദാനം അവിടെ കൊടുക്കുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. സർപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ ആരോണെന്നുള്ള കാര്യം. അപ്പോ കർത്താവിന്റെ ഭരണത്താൽ ന്യായപ്രമാണമാണ് സർപ്പത്തിന്റെ തല എന്ന് പറയുന്നത്. ഇന്ന് ന്യായപ്രമാണം എടുത്തിട്ടാണ് ഈ സർപ്പം നമുക്ക് ദോഷമായിട്ട് വിധിക്കുന്നത്. രാപകൽ ദൈവ മക്കളെ അല്ലെങ്കിൽ ദൈവ ജനത്തെ കുറ്റം വിധിക്കുന്നതായ സാത്താനെ പിടിച്ചു. അതാണ് ബോട്ടിൽലെസ് കിട്ടും എന്നുള്ള വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ രാപകൽ നമ്മെ എപ്പോഴും പ്രമാണപ്രകാരമാണ് വിധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതായ ആ പ്രമാണപ്രകാരം വിധിക്കുന്നതായുള്ള അവസ്ഥയിൽ നമ്മെ വിധിക്കാൻ തക്കമുള്ള അവസ്ഥയിൽ ആക്കി തീർക്കുന്നതായുള്ളതായ പ്രമാണത്തിന് വിധേയപ്പെടുത്തുന്നതായുള്ളതായ അല്ലെങ്കിൽ ആ പ്രമാണത്തെ എടുത്തിട്ട് ഉപയോഗിക്കുന്നതായ ആ തലയാണ്. അതാണ് സാത്താൻ തലയെന്ന് പറയുന്നത്. അതിനെ പരിപൂർണമായിട്ട് കർത്താവ് തകർത്തു. അത് നാം കൊളോസ്യരിൽ വായിക്കുന്നുണ്ടല്ലോ. നമ്മൾക്ക് വിരോധമായിരുന്നുള്ള എല്ലാ കയ്യെഴുത്തുകളും ക്രൂശിന്മേൽ തറച്ചു പരസ്യമായ കാഴ്ചയാക്കി. എന്നിട്ട് കൊരിന്ത്യനായിട്ട് നാം വായിക്കുകയാണ്, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ ജയം പാപത്തിന്റെ ശക്തിയോ പ്രമാണം. അപ്പൊ പ്രമാണത്തെ മാറ്റി എന്നുള്ള കാര്യം അത് ഒന്നും കൂടെ വ്യക്തമാക്കുന്നുണ്ട്.
വിശ്വസിക്കുന്നവർക്ക് നീതി ലഭിക്കേണ്ടതിന് യേശുക്രിസ്തു പ്രമാണത്തിന്റെ അവസാനമാവുന്നു. യേശുക്രിസ്തു പ്രമാണത്തിന്റെ അവസാനം എന്ന് പറയുമ്പോൾ പ്രമാണപ്രകാരം എന്തെല്ലാം കാര്യം നാം ചെയ്യണമാവുന്നു അതെല്ലാം ക്രിസ്തു ചെയ്യുക മാത്രമല്ല, പ്രമാണപ്രകാരം നാം എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ, എന്ത് തെറ്റ് നമ്മുടെ ജന്മം തൊട്ട് മരണം വരെയുള്ള തെറ്റുകൾക്ക് വേണ്ടി പ്രമാണം പറയാനുള്ളതായ ശിക്ഷാവധി കർത്താവ് സഹിച്ചു കഴിഞ്ഞു. അത് ആദാം തൊട്ട് അവസാന മനുഷ്യൻ വരെ, അതാണ് പറഞ്ഞ അവസാന ആദാമായിട്ട് കർത്താവ് വന്നെന്ന് പറയുന്നത്. അപ്പോൾ സകലരുടെയും പ്രമാണത്തിൻ്റെതായ പരിഹാരം, തെറ്റിൻ്റെതായ പരിഹാരവും കുറവിൻ്റെതായ പരിഹാരം കർത്താവ് വരുത്തി. അങ്ങനെ കർത്താവ് വിശ്വസിക്കുമ്പോൾ പരിപൂർണമായിട്ട്, അതുകൊണ്ട് നിങ്ങൾ പരിപൂർണ്ണാണെന്ന് കൊടുസുലായിട്ട് പറയുന്നു. നിങ്ങൾ ആരും ലോകപ്രകാരം ഇരിക്കാൻ തക്കൊണ്ട് പറ്റിയില്ല, നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണ്ണാണെന്ന് കൊടുസുലായിട്ട് പറയുന്നതിന്റെ സാരം അതാണ്. അപ്പൊ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു പ്രവചനം നേടുവാൻ തക്കവണ്ണം ആദാമിനോടൊരു ബന്ധം നടത്തുന്ന നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി സത്യത്തിന്റെ തലയെ കാക്കും എന്നുള്ളത്. അപ്പോ ദൈവത്തിൻ്റെതായ ഈ കൽപ്പനയോടുള്ള ബന്ധത്തിൽ ദൈവം ആ കൽപ്പന തെറ്റിക്കാൻ നേരത്തെ ഒരു പോംവഴി നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കരുണയുള്ള ദൈവമാണെന്നുള്ള കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിനെ വ്യക്തമാക്കിയിരിക്കുന്നു. വേറൊരു കാര്യം കൂടി ഇതിനകത്ത് നാം ചിന്തിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നതായ അവയോട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നതായ ഒരു വാഗ്ദത്തമായിരിക്കാൻ സകല മനുഷ്യരെയും അത് ബാധിക്കുന്നതായിരിക്കുന്നുണ്ട്. സകല മനുഷ്യരെയും ബാധിക്കുന്നതാണ്. സകല മനുഷ്യരെയും ബാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ തള്ളിക്കളത്താൻ സ്വന്തത്തിൽ വന്നു, സ്വന്തക്കാരും അവനെ കൈക്കൊണ്ടില്ല. പിന്നെ അവനെ കൈക്കൊണ്ട് അവനകത്ത് വിശ്വസിക്കാൻ എല്ലാവർക്കും ദൈവമക്കളുടെ അധികാരം ലഭിക്കാൻ തക്കവണ്ണം അവൻ തള്ളപ്പെട്ട അവസ്ഥയിൽ, വാഗ്ദനിശ്ചയ അവസ്ഥയിൽ കടന്നു വന്നുവെങ്കിലും വാഗ്ദത്തെ നേടേണ്ടവർ അവനെ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ ലോകത്തിൻ്റെതായ രക്ഷകനായി തീർന്നു എന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിന്റെ രക്ഷകനായി തീർന്നതിൻ്റെ ഉള്ളതായ ഒരു പ്രതിച്ഛായയായി ആ സകല മനുഷ്യരെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് നാം കാണുന്നത് അത് ആദാമിനോട് ബന്ധപ്പെട്ട ആളാണ് കാണുന്നത്. പിന്നെ അടുത്ത ആളാണ് നാഴികനായിട്ട് കാണുന്നത് നോഹയാണ്. അപ്പൊ നോഹയുള്ള നാം കാണുന്നത്, നോഹയെ കുറിച്ച് കാണുമ്പോൾ കർത്താവിൽ നടക്കുന്നതായ ഒരു പരിപൂർണമായ ശിക്ഷാവധിയുടെ നേടായിട്ട് അവിടെ കാണുന്നുണ്ട്. കർത്താവിൽ നടന്നു നോക്കി കഴിഞ്ഞിട്ടില്ല, ലോകത്തിന്റെ സകല പാവത്തെയും കർത്താവ് ശിക്ഷിച്ചിരിക്കുകയാണ്. അന്ത്യനാളിൽ ഇനി വരാതിരിക്കുന്ന ശിക്ഷാവധി ഇത് പ്രാപിക്കാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. ഒന്ന് നോക്കിയാൽ നമ്മളുടെ ബന്ധത്തിൽ ഇനി ആ രണ്ടാം മരണം എന്നുള്ളതായ അന്ത്യശിക്ഷാവധി നമ്മൾ മാറിയിരിക്കുന്നു. ഇനി ഒരിക്കലും നമ്മൾ അതുകൊണ്ടാണ് റോമലേഖനം 8:1 വായിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ യാതൊരു ശിക്ഷാവധിയുമില്ല. ആത്മനത്തിൽ നമുക്ക് വരാമാവുന്ന രണ്ടാം മരണമാവുന്ന ആ ശിക്ഷാവധി യേശുക്രിസ്തുവിന്റെ മരണ ഉയർപ്പിനാൽ അല്ലെങ്കിൽ ന്യായപ്രമാണം നിവർത്തിയിട്ടുള്ളതായ മരണ ഉയർപ്പിനാൽ പരിപൂർണമായിട്ട് നീങ്ങി നമ്മൾ പരിപൂർണ്ണ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ രക്ഷയുടെ ഭദ്രത എന്നൊക്കെ പറയുന്നത്. ഇത് രക്ഷയുടെ ഭദ്രത എന്നൊക്കെ പറഞ്ഞ് പലവിധത്തിൽ പഠിപ്പിക്കുന്നത്. ന്യായപ്രമാണ ബന്ധത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം ഉണ്ടാകില്ല. ഒരു സംശയക്കും അതിനകത്തുള്ളതായ ഇടയില്ലാത്ത അവസ്ഥയിൽ ഒരു ലൂപ്പ് കൂടി ഇടാത്ത അവസ്ഥയിൽ തന്നെ ദൈവജനം പോകുന്നത്. നമ്മൾ അതിനെ വസ്തുനിഷ്ഠമായിട്ട് അതിൻ്റെ ഉള്ളതായ എല്ലാ നിലകളിലും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ വിഷയത്തിൽ സംശയം ഉണ്ടാകില്ല. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്രമാണം പഠിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് എത്രത്തോളം സ്ഥായിയായിട്ട് നിൽക്കുന്ന കാര്യം മനസ്സിലാക്കാനാണ്. അപ്പൊ രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ അല്പം ഈ കാര്യം ചിന്തിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ലഭിക്കുന്നതായ രക്ഷയുടെ മഹത്വപൂർണമായ അവസ്ഥയാണ്. അപ്പൊ നോഹയോടുള്ള ബന്ധം കാണുന്നത് വെച്ചാൽ നോഹയിൽ ഒരു ലോകം മുഴുവൻ അവസാനിച്ചു കഴിഞ്ഞിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി തന്നെ ഉണ്ടാകുന്നതാണ് കാണുന്നത്. ആ പേടകം അരാറാത്ത് പർവ്വതത്തിൽ അത് വന്ന് നിൽക്കാൻ നേരത്ത് പിന്നെ താനും തന്റെ കുടുംബവും മൃഗങ്ങളെല്ലാം ആ പേടകത്തിന് പുറത്തിറങ്ങാൻ നേരത്ത് അവൻ കാണുന്നത് ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയാണ്. ഇത് തന്നെയാണ് നമ്മൾക്ക് ഒരളവിൽ ഒരു വിശ്വസിക്കുന്ന ഒരു പുതിയ ആകാശം പുതിയമാണ്. അത് ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം ഇന്ന് സന്തോഷിച്ച് ആനന്ദിക്കാം. ന്യായപ്രമാണത്തിന്റെ ഉള്ളതായ ആ വലിയ ഇരുളിൻ്റെതായ വലിയ കാർമേഘം ഇന്നൊരു വിശ്വാസിയുടെ മേളിൽ നിന്ന് പരിപൂർണമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നൊരു വിശ്വാസിയുടെ മേലിൽ ന്യായപ്രമാണത്തിന് ശാപം ഒന്നുമില്ല യേശുക്രിസ്തുള്ളവർക്ക്. അതുകൊണ്ടാണ് ആ റോമലേഖനം 8:1 അവിടെ വായിക്കുന്നത്. അതിന്റെ ആഴങ്ങളിലുള്ള അർത്ഥം എന്ന് പറയുന്നത് അതുകൊണ്ട് പൗലോസ് പറയാണ്, അല്ലെങ്കിൽ ഞാൻ അരിഷ്ടനിഷ്ഠൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് ആരെന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ യേശുക്രിസ്തുവിൽ
ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം നാം പിന്നെ പറയാണ്, അതുകൊണ്ട് ഇപ്പോൾ യേശുക്രിസ്തുവിന് യാതൊരു ശിക്ഷാവിധിയില്ല. അങ്ങനെ പരിപൂർണമായ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ആബ്രഹാമിന്റെ കുറ്റാരോടത്തിൽ നിന്നും മാറിയതായ ഒരു അന്തരീക്ഷത്തിലാണ് ഒരു വിശ്വാസിയായി തീർന്നിരിക്കുന്നത്. എത്രയോ നമ്മളിന്ന് അറിയുന്നില്ല, നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നതായ അനുഗ്രഹത്തിൻ്റെതായ തലം എന്ന് പറയുന്നത് മനോഹരമായ ഒരു അവസ്ഥയാണ്. ഇതെല്ലാം വ്യക്തമായിട്ട് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ രക്ഷയുടെ നഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്ന എത്രയോ ശുദ്ധമായ ചിന്താഗതിയാണെന്ന കാര്യം ഗ്രഹിക്കാൻ തക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ ഈ നോഹയോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് ഒരു പുതിയ ആകാശം പുതിയ ഭൂമി എന്ന അവസ്ഥയിലാണ്. നമ്മളുടെ കർത്താവ് ഒരു പുതിയ ആകാശം പുതിയ ഭൂമി വെളിപ്പാട് പുസ്തകം നമുക്ക് കാണുന്നുണ്ട് 20-ാം അധ്യായത്തിൽ കാണും. അവിടെ വരാൻ പോകുന്നത് തന്റേതായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുതിയ ആകാശം പുതിയ ഭൂമി. അവിടെ കണ്ണീരില്ല, കരച്ചിലില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയെ അവൻ നമ്മളെല്ലാം തുടക്കം എന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആകാശം ഭൂമി ഇവിടെ പിന്നെ ഒരു കാര്യം കൂടെ അവിടെ നോഹയുടെ ബന്ധത്തിൽ നമ്മളെ വെളിപ്പെടുത്തുന്നത് കർത്താവിനുള്ള ബന്ധത്തിൽ ആ ഭൂഷണി വെളിപ്പെടുത്തിക്കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ആദ്യമായിട്ടൊരു ഉടമ്പടിയായിട്ട് കാണുന്നത് നോഹയോടുള്ള ബന്ധത്തിലാണ്. നമ്മൾ ബൈബിളിൽ ഉടമ്പടി അടിസ്ഥാനത്തിൽ പഠിക്കാൻ തക്കവണ്ണം പറ്റും. അല്ലാത്ത ആള് രണ്ടു തരത്തിലുള്ളതായ അവസ്ഥയിൽ ബൈബിളിൽ പഠിക്കുന്നുണ്ട്. ഉടമ്പടിയുടെ അവസാനത്തിലാണ് പിന്നെ ഡിസ്പെൻസേഷൻ തിയറി. അപ്പൊ ഡിസ്പെൻസേഷൻ തിയറി ഉണ്ട്, കവനന്റ് തിയറി ഉണ്ട്. അപ്പോ നമ്മൾ ഇത് രണ്ടൊന്നും പെട്ടുപോയെന്നൊന്നും പറയുന്നില്ല. അത് ഏതൊന്നില്ല വാർത്താവല്ല ഞാൻ. നാം ഇതെല്ലാം പഠിച്ച ശേഷം നമ്മൾ വചനപ്രകാരം നിൽക്കുന്നവരാണ്. നമ്മളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ വചനമാണ്. ആരുടെയും തിയറിയുടെയാണ് കുറെ പോകുന്നതല്ല വേർപാടത് വരുന്നത്. അതാണ് നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ ഇടയിൽ ചില സഹോദരന്മാര് ഒരു തിയറിക്ക് വിധേയപ്പെട്ടുകൊണ്ട് പോകുന്നതാണ്. അതൊക്കെ കണ്ണടച്ച് അവര് കേൾക്കുന്ന വചനത്തെ അവർ ആ തിയറിയുടെ അടിസ്ഥാനത്തിൽ തള്ളിക്കളയാണ്. ഇപ്പൊ നമ്മൾ അത് തന്നെ ചിന്തിച്ചിരിക്കുന്നു. ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറയുന്നതിന്റെ കാര്യം നാം ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് വിശ്വസിക്കുന്ന നമ്മളുടെ ഇടയിലുള്ളതായ വേർപാടുകാരുടെ ഇടയിലുണ്ട്. ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ഇപ്പൊ നിൽക്കുന്നതുകൊണ്ടാ പറയുന്നത്, അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാണ്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ളതായ ചിന്താഗതികളിൽ പെട്ടു പോകുന്ന ആൾക്കാരുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, ഇവിടെ ഈ നോഹയ്ക്ക് ഒരു വലിയൊരു ഒരു അടയാളം കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇനിമേല ഭൂമിയെ ഞാൻ ഇതേപോലെ നശിപ്പിക്കുകയില്ല. അതിനൊരു റെയിൻബോ അല്ലെങ്കിൽ ഒരു മഴവില്ല അടയാളമായിട്ട് കൊടുക്കുകയാണ്. അതാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം. കർത്താവ് ഉണ്ടാക്കിയ ഉടമ്പടി ഈ രക്തത്തിൽ ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കിയാണ്. ഇനി മേലാൽ നിങ്ങൾക്ക് ഇനി പാവത്തിന് ശിക്ഷാവിധിയില്ല. ഇതാണ് ഇനി ന്യായപ്രമാണ ബലത്തിലല്ല. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുന്നവൻ വ്യവസ്ഥ മാറി അത് ഞാൻ ചെയ്തിരിക്കാൻ എന്നെ കൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന ഉടമ്പടിയോട് കർത്താവ് കൊണ്ടിരിക്കുക. അതാണ് രക്തത ഉണ്ടാക്കി ഉടമ്പടി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ കർത്താവിന്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പരിപൂർണം മാറി ശാപത്തിന്റെയും പാവശാപത്തിന്റെയും ശിക്ഷാവിധിയുടെയും ആ വലിയതായ ആ കാർമേഘത്തിന്റെ ഇരുളടഞ്ഞ അവസ്ഥയിൽ നിന്ന് ക്രിസ്തു മാറ്റിയിരിക്കുകയാണ് നമ്മളെ. ഇപ്പൊ നമ്മളുടെ മുമ്പിലുള്ള സ്വർണ്ണ സ്വർഗമാണ്. ഈ തുറന്ന സ്വർഗമാണ് കർത്താവിൽ മരിക്കാന്ന് പറയുന്നത്. ഒരു വിശുദ്ധ ഏറ്റവും ഇതാണ്. ഇനി മരണം നമുക്കൊരു ഒരു ആകുല വേഗമുള്ള ചിന്തയല്ല. മരണം ഒരു വലിയ അനുഗ്രഹത്തിന്റെ കവാടമായി തീരാൻ തന്നെ ഇടയായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ഉയർത്തിനാൽ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇവിടെ ഈ നേരിട്ട് അപ്പൊ ഈ നോഹയുള്ള ബന്ധത്തിൽ ഉടമ്പടിയുള്ള ബന്ധത്തിൽ ഈ നേടാൻ വന്നിരിക്കുന്ന ആ മഴവില്ല് തന്നെ ആ ക്രൂശിനെ വെളിപ്പെടുത്തുന്ന കാണാൻ തക്കൊണ്ടാണ്. അപ്പൊ നമ്മൾ പറയുന്ന നാഴികക്കല്ലായ നിലവിലായിട്ട് വരും. അപ്പോ നോഹയും ഒരളവിൽ കർത്താവിന്റെ ചില കാര്യങ്ങളോട് ബന്ധത്തിൽ ഒരു നേടാണ്. പിന്നെ താൻ പരിപൂർണമായിട്ട് ശിക്ഷ ഏറ്റതായവനാണ്. ആ പേടകമെന്ന് പറയുന്നത് എല്ലാവിധ കൊടുങ്കാറ്റുകളെയും അതിജീവിച്ചുകൊണ്ടിരുന്ന ആ പേടകമാണ്. സകല കൊടുങ്കാറ്റുകൾക്കും വിധേയപ്പെട്ടതായ. എന്നാൽ അകത്തിരിക്കുന്നവർ ഒന്നും അറിയുന്നില്ല, ഒരു കോളിലേക്കും അറിയുന്നില്ല, ശാന്തമായിട്ട് അവർ കഴിയാണ്. ഇതാണ് യേശുക്രിസ്തുവിലുള്ള യേശുക്രിസ്തു അയച്ചുള്ളതായ ഭയാനകമായ ശിക്ഷാവിധി എന്ന് പറയുന്നത് നമുക്കൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല. നമ്മുടെ ബുദ്ധിയെ അതിജീവിക്കുന്ന അവസ്ഥയെ ആത്മതലത്തിലും ശരീരത്തിലും ദേഹം ദേഹി ആത്മാവ് പരിപൂർണമായിട്ട് നമുക്ക് വേണ്ടി ശിക്ഷാവിധിയിലോട്ട് കടന്നു പോകുന്നത് കാണാൻ തക്കണം പറ്റും. അത് നമ്മൾ അതേ അവസ്ഥയിൽ തന്നെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പരിപൂർണമായിട്ട് ആ ഭയങ്കരമായ ആ ശിക്ഷാവിധി കടന്നുപോയി. ആ പേടകം എല്ലാവിധ മഴകളെയും കാറ്റുകളെയും കോളുകളെയും അതിജീവിച്ചുകൊണ്ട് അതിനുള്ളവരെ പരിപാലിച്ച പോലെ തന്നെ എനിക്ക് നീ തന്നിരിക്കുന്നതായ എല്ലാവരെയും ഞാൻ ആ ശതവസ്ഥന ഒഴികെ എല്ലാവരെയും ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവ് അന്യഭാഷയിട്ട് പറയുകയാണ്. കർത്താവിന്റെ പ്രാർത്ഥന നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17 വായിക്കുന്നുണ്ടല്ലോ.
നീ എനിക്ക് തന്നിരിക്കുന്ന എല്ലാവരും ഞാൻ നിന്റേതായ ശക്തിയാണ്, നീ തന്നെ വചന നീ നാമത്താൽ ഞാൻ അവരെ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പൊ കർത്താവിനായിത്തീരുന്നവർക്ക് പരിപൂർണമായ സംരക്ഷണത്തിന് വേണ്ടി ശിക്ഷാവിധി എല്ലാം സഹിച്ച ഒരു പേടകത്തെയാണ് അവിടെ നേടായിട്ടൊന്ന് കാണുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളായ ഈ നാഴികക്കല്ലുകളിലെ നോഹയുള്ള ബന്ധത്തിലാണ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചത്. നമ്മളിപ്പോ ഓടിച്ചു പോവുകയാണ്. അതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളോട് കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നോഹയ്ക്ക് വന്നുപോയ ആ വീഴ്ചയെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. അത് നമ്മളിപ്പോ ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ ചിന്തിച്ചാണ്. ഇനി ഇയ്യോബിനെ കുറിച്ചാണ് അടുത്ത ആൾ വരുന്നത്. അപ്പൊ ഇയ്യോബിനോടുള്ള ബന്ധത്തിലുള്ളതായ ഒരു നാഴികക്കല്ലാണ്. അപ്പോ ഇയ്യോബിനെ നാം ചിന്തിക്കാത്തക്കനോടെയായത് ഇയ്യോബ് യാഗം കഴിച്ചുകൊണ്ട് ബന്ധത്തിൽ ഇയ്യോബിനെ കുറിച്ച് നാം ചിന്തിച്ചതാണ്. അപ്പോൾ ഇയ്യോബിനെ കുറിച്ച് ചിന്തിക്കാത്തക്കൊണ്ട് കാരണമായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയ്യോബിനും പ്രമാണം ലഭിച്ചായിട്ട് കാണുന്നുണ്ട്. ഇയ്യോബിന് പ്രമാണം ലഭിക്കുന്നത് അത് മനസാക്ഷിയുടെ തലത്തിലാണ് ലഭിക്കുന്നതായിട്ട് കാണുന്നത്. കാരണം യോബ് ജീവിച്ച കാലം എന്ന് പറയുന്നത് പ്രത്യക്ഷമായിട്ട് നമ്മൾക്ക് ഒരു കാലഘട്ടത്തെ കുറിക്കാൻ തക്കവണ്ണം ഇതുവരെ ആർക്കും പറ്റുന്നില്ല. അങ്ങനെയുള്ളതായ യാതൊരുവിധ പ്രൂഫുകളും നമുക്ക് ഇങ്ങ് ലഭിക്കുന്നില്ല. പിന്നെ ചില അത് ആ ബുക്ക് ഉണ്ടായതായ കാലഘട്ടത്തിൻ്റെതായ ചില അതിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെതായ ചില വരായികളെല്ലാം എടുത്തുകൊണ്ടാണ് അതിന്റെ കാലഘട്ടം പറയുന്നത്. പൊതുവെ ഇയ്യോബിന്റെ പുസ്തകം എഴുതിയത് യോസേഫ് ആണെന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതല്ല വിഷയം. അപ്പൊ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഇയ്യോബിന് ഉണ്ടായിരുന്നതായ താൻ എങ്ങനെയാണ് യേശുക്രിസ്തു മൂലമുള്ളതായ ആ നീതിക്ക് നേടായി തീർന്നത്. ഇയ്യോബ് അവസാനം പറയുന്നതാണുള്ളതാ 42-ാം അധ്യായത്തിലാണ് തോന്നുന്നത്. താൻ പറയുന്ന ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം വെളിപ്പെട്ട് വരുന്നത്. താൻ പറയുന്ന ഒരു വാക്കുണ്ട്, നിന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ദൈവമേ, ഇപ്പോൾ ഞാൻ നിന്നെ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. ദൈവത്തെ താൻ കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ളതല്ല കാരണം. ദൈവത്തെ കാണുക എന്ന് പറഞ്ഞു കർത്താവ് പറയുന്നത്, എന്നെ കണ്ടവർ ദൈവത്തെ കണ്ടിരിക്കുന്നു. എന്നെ എന്തിനാണ് ദൈവത്തെ കാണുക? എന്തിനാ? നീതി ലഭിക്കാൻ. നീതി ലഭിച്ചു കഴിഞ്ഞാൽ രക്ഷ ലഭിക്കും. മനുഷ്യനെ ദൈവത്തെ കാണാന്ന് പറയുന്നത് എന്തിനാ? ദൈവത്തെ കണ്ടുകൊണ്ട് ശിക്ഷാവധിക്ക് വേണ്ടിയാ. ദൈവത്തെ കാണാതെ അതിൻ്റെതായ നല്ല വശത്തിൽ കാണുന്നത്, ചീത്ത വശത്ത് കാണുന്നത്, ദൈവത്തെ കാണുക എന്ന് പറഞ്ഞ ശിക്ഷാവധി കാണുന്നവരുണ്ടാവും. ഈ ലോകത്തിന്റെ ജനം ദൈവത്തെ കാണാൻ പോകുന്നത് ശിക്ഷാവധിക്കാണ്. യേശു ക്രിസ്തു ഇരിക്കുന്നതായ ആ ഭീമയിലിരിക്കുമ്പോൾ അവനെ കാണും. കുത്തിത്തോടെ എല്ലാവരും കാണും. അന്നേരം കണ്ടുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ യേശുവിനെ കണ്ടവരാണ്. അപ്പോൾ യോബ് പറയാണ്, നിന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ കാണുന്നു. ദൈവത്തിന്റെ നീതിയാണ്. താൻ സ്വയമായിട്ട് നീതിമാനായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കുണ്ടായിരുന്നു. തന്റെ ആളുടെ സംഭാഷണ ബുദ്ധി താൻ പറയുന്നുണ്ട്. താൻ അത് വ്യക്തമാക്കുന്നില്ലെങ്കിലും തന്റെ നീതിയുള്ള ജീവിതത്തെ കുറിച്ച് താൻ ഇങ്ങനെ നീതിയുള്ള ജീവിതം ഞാൻ അയച്ചിട്ട് പോലും എനിക്ക് ഈ ശിക്ഷാവധി വന്നല്ലോ എന്നുള്ളതായ ഒരളവിൽ തൻ്റെതായ ജന്മദിവസത്തെ പോലും ശപിക്കുന്ന ഒരു ഇയ്യോബിനെ കാണുന്നു. അവിടെ കൊണ്ട് നാം മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ യോബ് 2-3 കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്നെങ്ങനെയാണ്? സ്ത്രീ പ്രസവിച്ച അവൻ എങ്ങനെ വിശുദ്ധനാവൂ? ഇത് യോബിന് കിട്ടിയാളായ ദൈവബന്ധത്തിൽ കിട്ടിയാളുടെ ജ്ഞാനമാണ്. സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ വിശുദ്ധനാവൂ എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത് പറയുന്നില്ല, അശുദ്ധിയിൽ നിന്ന് ഒരു വിശുദ്ധി ജനിക്കുമോ? ഇതെല്ലാം കാണിക്കുന്നത് അശുദ്ധി ജനിക്കുന്നില്ല. അശുദ്ധി പറയുന്ന അടിസ്ഥാനമായിട്ട് ആദാമിൽ നിന്ന് ഒരു വിശുദ്ധി ഉണ്ടാകുന്നില്ല. എന്നാൽ ഒടുക്കത്തെ ആദാമിൽ നിന്നാണ് വിശുദ്ധന്മാരുണ്ടാകുന്നത്. അപ്പൊ ആ സത്യമാണ് നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. അപ്പോ നമുക്ക് ഈ യോബിന്റെ ഉള്ളതായ യോബിന്റെ ഈ നാൾ വഴികളിൽ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്വന്തം നീതി കൊണ്ട് രക്ഷയില്ല, എന്നാൽ ദൈവത്തിന്റെ നീതി ഈ ഇത് വെളിപ്പെടുത്തിയായിരുന്നു. ഈ ഒരളവിൽ നമ്മളുടെ ഇത് യോബിൻ്റെതായ പരീക്ഷണങ്ങളെ കുറിച്ച് പഠിച്ച ശേഷം നമ്മളുടേതായ പ്രത്യാശയെല്ലാം കാണിക്കേണ്ട. എത്ര പരീക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ത്യമായിട്ട് ഒരു പ്രത്യാശ ഉള്ള അവസ്ഥയിൽ നമ്മളുടെ ജീവിതം പര്യവസാനിക്കും. അത് ഈ ലോകത്ത് നമ്മളോട് ബന്ധപ്പെട്ട് ഈ ലോകത്തിലാണ്, നിലവരുന്ന ലോകത്തിലാണ് ഏറ്റവും നിവർത്തമായി തീരുന്നത്. പറയേണ്ട സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോബിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അതാ ചിന്തിക്കാറുള്ളത്. പക്ഷെ യോബിന്റെ ബന്ധത്തിൽ ഇവിടെ ദൈവവചനം കർത്താവിന്റെ നാഴികക്കല്ലുകൾ എന്ന അവസ്ഥയിൽ വരുന്നത് നീതി യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു നൽകുന്ന നീതിയായ ദൈവ വ്യവസ്ഥയിൽ രക്ഷയ്ക്ക് വേണ്ടി മാനദണ്ഡമാക്കി തീർക്കാൻ തക്കൊണ്ടും പറ്റുകയുള്ളൂ. അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടി വന്നതല്ല.
അതിനു മുമ്പ് നാം പറയാണ്, അല്ലയോ പരീക്ഷന്മാരെ, സദൂക്യരെ, ന്യായപ്രമാണത്തിന്റെ വള്ളി പുള്ളി നിവൃത്തീകരിക്കാതെ നിങ്ങൾക്കൊരു രക്ഷയില്ല. അത് നിങ്ങളെ ബന്ധിച്ചിരിക്കുകയാണ്. ഇന്ന് വിടുവിക്കണമെങ്കിൽ വള്ളി പുള്ളി വിടാതെ നിങ്ങൾ ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് നോക്കണം. അത് യൂദാ യാക്കോബ് പറയുന്നത് എങ്ങനെയാണ്? ന്യായപ്രമാണം 10 നിങ്ങൾ അനുസരിച്ച ശേഷം എപ്പോഴെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 10 ഉത്തരവാദിയാണെന്ന് പറയുന്നു. അപ്പോ മനുഷ്യന് ന്യായപ്രമാണം നിവൃത്തീകരിച്ചുകൊണ്ട് വല്ല കാലത്തും നിത്യജീവൻ ലഭിക്കും, അത് ചെയ്യുന്നതിനായി ജീവിക്കുന്നു എന്ന അവസ്ഥയിൽ പറ്റിയില്ല. അപ്പോ കർത്താവായ യേശുക്രിസ്തു നീതീകരിച്ചത് അത് നിവൃത്തീകരിച്ചുണ്ടാക്കിയ നീതിയാണ് ദൈവം നമ്മളെ നീതിയായിട്ട് കണക്കാക്കി നമ്മെ നീതിമാന്മാരാക്കിയിട്ടിരിക്കുന്നത്. അതാണ് നാം വായിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരണയുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. അപ്പൊ രക്ഷയുടെ പശ്ചാത്തല അടിസ്ഥാനത്തിന്റെ ആ നീതി നിലനിർത്തിയിരിക്കുന്നത് യേശുക്രിസ്തു നീതിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നീതിയിൽ നമ്മളെ നിലനിർത്തുന്നതാക്കണം യേശുക്രിസ്തു നേടിയുള്ളതായ നീതിക്ക് മാത്രമേ പറ്റുകയുള്ളൂ, അതേ നിൽക്കുകയുള്ളൂ. അത് ലഭിച്ചതായ, അല്ലെങ്കിൽ ഈ ന്യായപ്രമാണം ലിഖിതമായി ലഭിച്ചതായ യഹൂദന്മാർ ആ നീതിയിൽ ആശ്രയിച്ചിരുന്ന കാര്യമാണ് നാം റോമലേഖനം 10 മറ്റും വായിക്കുന്നത്. വളരെ വ്യക്തമാണ്. അവർ സ്വയം നീതി അന്വേഷിച്ചുകൊണ്ട് ദൈവം നൽകുന്ന നീതിക്ക് വേണ്ടി വിധേയപ്പെട്ടില്ല എന്ന് വായിക്കും. അപ്പൊ പറയേണ്ട സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യത്തെ വളരെ വസ്തുനിഷ്ഠമായിട്ട് യോബിൻ്റെതായ ജീവിതം കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ തക്കൊണ്ട് പറ്റും. ഈ യോബ് എത്രയോ നല്ലവനായിരുന്നു. ബൈബിളിൽ നീതിമാനെന്ന് പറയുന്നില്ല. അവൻ പാവം വിട്ടൊഴിഞ്ഞവൻ, അവൻ ഭക്തൻ, അവൻ സത്യമുള്ളവൻ എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയൊന്നും നീതിമാനെന്നും പറയുന്നില്ല. ദൈവത്തിന്റെ സാക്ഷ്യമായവൻ പറയുന്ന സാരം, അങ്ങനെയുള്ളതായ ജീവൻ നയിച്ചു കഴിഞ്ഞാലും ഒരിക്കലും സ്വർഗരാജ്യത്തിലോട്ട് കടന്നു പോവുകയില്ല. കർത്താവ് വേറെ ഉദാഹരണങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞു. എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. എന്താ പറയുന്നത്? സ്നാപയോഹന്നാനെ കുറിച്ച് പറയുന്നത്, അവൻ മനുഷ്യരിൽ നിന്ന് ജനിച്ചവരെ ഏറ്റവും വിശുദ്ധൻ. എന്നിട്ട് പിന്നെ താൻ പറയാണ്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും താഴ്ന്നവൻ ഇവനേക്കാൾ വലിയവൻ. അപ്പൊ തന്റെ ആ വിശുദ്ധി കൊണ്ട് സ്വർഗരാജ്യത്തിൽ താൻ ഇല്ലെന്നർത്ഥം. അപ്പോ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ടേ ഉള്ളൂ ഈ ശാപയോഹന്നാൻ പോലും, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ആത്മാവെന്ന് അറിയപ്പെട്ടവന് പോലും രക്ഷയുണ്ടെന്ന കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് കർത്താവ് മറിയ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്, ശാപയോഹന്നാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് എന്നെ തുള്ളുന്നു കാണുന്നവൻ. അപ്പൊ അതെല്ലാം മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സ്നാപയോഹന്നാൻ പോലും യേശുക്രിസ്തുവിനെ ആശ്രയിക്കാതെ തന്റെ സ്വന്തം നീതി കൊണ്ട് സ്വർഗരാജ്യത്തിൽ ഉണ്ടാക്കിയില്ല. അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയും ചെയ്തു. കാരണം അപ്പൊ ഇവിടെ കൊണ്ട് നമുക്ക് അത് തന്നെയാണ് യോബും ഒരളവിൽ ആ നാഴികക്കല്ലായിട്ട് വെളിപ്പെടുത്താനായിട്ട് കാണുന്നത്. അപ്പോ നമ്മൾ ഇപ്പോ യോബിനോടുള്ള ബന്ധത്തിലുള്ളതായ കാര്യമാണ് ചിന്തിച്ചത്. ഇനി യോബിനുള്ള ബന്ധത്തിലുള്ളതായ ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യമുണ്ട്, മനുഷ്യൻ എത്രത്തോളം നമ്മൾ സഹിക്കുന്നുവോ ആ സഹിക്കുന്നതിനനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്നതായ ഒരു അവസ്ഥയാണ്. അത് യോബിൻ്റെതായ നമ്മൾക്കുള്ളതായ ഒരു നേടാണ്. കർത്താവോട് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്നിടത്ത് പൗലോസ് പറഞ്ഞു, അവനോട് കൂടി കഷ്ടം സഹിച്ചു കഴിഞ്ഞാൽ അവനോട് കൂടി നമ്മൾ ദേശിക്കപ്പെടും. അത് സൗജന്യമായ ദേശീകരണമല്ലാന്ന് ഞാൻ പല ആവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൗലോസ് പറയാണ്, നമ്മൾക്ക് ലഭിക്കാതിരിക്കുന്ന ദേശം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ ഞാൻ നിസ്സാരമെന്ന് നിന്നു. അപ്പൊ താൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, കർത്താവിന് കൂടിയുള്ളതായ ആ ഒരു സഹന ജീവിതത്താൽ തനിക്ക് ലഭിക്കുന്നതായ ദേശത്തിന്റെ ഉള്ള ഘനം വലുതാണെന്ന് പറയുന്നു. നമ്മളാരും തന്നെ സൗജന്യമായി ലഭിച്ചിട്ട് നരകത്തിൽ നിന്ന് വിടു ലഭിച്ചു സ്വർഗത്തിലോട്ട് കടക്കാൻ തക്കോണ്ടുള്ളതായ ആ ആദ്യ നീതിയും ശോഭയും ലഭിച്ച ശേഷം അത് സംതൃപ്തരാകരുത് എന്നുള്ള കാര്യം കൊരിന്ത്യർ 3 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. താനും രക്ഷിക്കപ്പെടുന്നു, എന്നാൽ നഗ്നനായിട്ട് ലജ്ജിതനായിട്ട് തന്നെ കിടക്കും. വളരെ ചുരുക്കമായിട്ടുള്ള ശോഭയിൽ. അപ്പൊ പറയുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഇവിടെ കൊണ്ടൊരു കാര്യം മനസ്സിലാകാന്ന് വെച്ചാൽ പ്രതിഫലം ഈ എല്ലാ സഹനത്തിനും കിട്ടുമെന്നുള്ള കാര്യം യോബിൻ്റെതായ ജീവിതം കൊണ്ട് ഒരു വിശ്വാസിയെ വെളിപ്പെടുത്തിയാണ്. നമ്മളുള്ളതായ ബന്ധത്തിലുള്ള പ്രതിഫലം ഈ ലോകത്തിലല്ലല്ലോ നാം ചിന്തിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ കൊണ്ടാണെങ്കിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ആ വിശ്വാസത്തിന്റെ ആയ അപ്രത്യാശ ഈ ലോകത്തിൽ ഒതുങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ അരിഷ്ട മനുഷ്യരാണെന്ന് പറയുന്നത്. നമ്മളുടെ പ്രത്യാശ ഈ ലോകത്തിൽ ഒതുങ്ങുകയല്ല. അത് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഓട്ടം തികച്ചു,
വിശ്വാസം കാട്ട് വന്നേച്ചു നീതിയിൽ കിരീടം. തന്റെ ജീവിതം എന്ന് വെച്ചാൽ പരിപൂർണമായിട്ട് കർത്താൻ അറിഞ്ഞു തൊട്ട് താൻ ആ കർത്താവിന് വേണ്ടി അടിയറ വെച്ച് സഹനങ്ങളുടേതായ ആ പട്ടിക നിരത്തി പോവുകയായിരുന്നു. എത്രയോ സഹനം ചെയ്ത തന്നെ പോലെയുള്ള സഹനം സഹിച്ചതായ ഒരു അപ്പോസ്തലൻ ഉണ്ടെന്ന് പറയാത്തതുകൊണ്ട് അത് തന്നെ പറയുന്നുണ്ട്. അത് തന്നെ തന്നെ പൂഴ്ത്തിക്കൊണ്ട് പറയല്ല, എല്ലാ കാര്യം താൻ പറയാണ്. തന്റെ ഈഷ്ടന് പറയുന്നുണ്ട് താൻ എത്രയോ സഹിച്ച കാര്യം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ പറയുന്നത് യേശുക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞാൻ പങ്കാളിയായിട്ട് അവനെ പോലെയുള്ളതായ ഉറുപ്പിനുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഇവിടെ കൊണ്ട് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഈ യോബിയുടെ ബന്ധത്തിൽ എത്ര കഷ്ടങ്ങൾ സഹിക്കുന്നു അതിന് പ്രതിഫലം ഉണ്ട്. അവൻ പ്രതിഫലം കൊടുത്തത് ദൈവം. അവൻ കഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവം ഒരിക്കലും കടക്കാരനല്ല. നാം എന്ത് തന്നെ ദൈവത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാലും ദൈവം കടക്കാൻ ആരെയില്ലല്ലോ. ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ വലയും ഞങ്ങളുടെ വള്ളമെല്ലാം വിട്ട് നിന്റെ പുറകെ വന്നല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഉടനെ കർത്താവ് പറയണ്ട, എന്താണ്? നിങ്ങൾ ഈ ലോകത്തിൽ 10 മടങ്ങ് കിട്ടും, അതിനുപരിയായ വരുന്ന ലോകത്തിലോ നിത്യജീവന്റെ അവകാശം. ഈ ലോകത്തിൽ 10 മടങ്ങ് കിട്ടും, അതിനുപരിയായി ലഭിക്കാതിരിക്കുന്ന പറഞ്ഞു തരാത്തതായ അനുഗ്രഹം. നമ്മുടെ രക്ഷയുടെയുള്ള അനുഗ്രഹവും നമുക്കൊന്നും അതിന്റെ അളവിൽ നിന്നും ഒരു ആരാധനക്കോ ഒരു വ്യക്തിയുടെ ഉള്ളതായ വാചാലതക്കോ വിവരിക്കാൻ തക്കൊന്നും പറ്റുകയില്ല. അത് ഭയാനകമായ ശിക്ഷാവിധി. അത് നമ്മൾ ഒറ്റയടിക്കുന്ന സകലത്തിന് ആത്മസകലത്തിന് കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ ദേശം നടത്തുന്നതിനെ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിയാണ്. തന്റെ കഷ്ടാനുഭവങ്ങളുടെ തികവാണ് നമ്മളെ അങ്ങോട്ട് തള്ളിവിടുന്നത്. അപ്പോ എത്രത്തോളമാണെന്ന് നോക്കണം. നാം ഇന്ന് കർത്താവിന്റെ ശരീരബലത്തിൽ മറ്റുമാണ് ഇങ്ങനെയുള്ളതായ അത് ശരി. അത് നമ്മൾ അത് ആരാധനക്കും പറ്റും നമ്മുടെ അടുത്ത് പറയേണ്ട കാര്യമാണ്. ഇന്ന് പറയുന്നില്ല. പക്ഷെ അതിന്റെ ആഴങ്ങളിലോട്ട് നമുക്കൊന്ന് പോകാൻ പറ്റില്ല. അത് ഭയാനകമാണ്. അത് പത്രോസോട് കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ജീവൻ വെക്കുന്നു. കർത്താവ് പറഞ്ഞ മോഹൻ നീ അത് എങ്ങനെ ജീവൻ വെക്കുന്നു പറയുന്നത്? അതൊരു എന്താണ് പറയുന്നത്, കർത്താവിന് വേണ്ടി സേവന ചെയ്തുള്ള ജീവിതം എന്ന് പറയുന്നത്. പകരമായിട്ട് അപ്പൊ പറ്റില്ല. ഞാൻ പോകുന്നിടത്തോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. രണ്ടാമത്തേതോ നീ വരും. ഞാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഏതാ? എവിടെയാണ് കർത്താവ്? എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് കാര്യം കൂടെ കടന്നു. അതിനെ കുറിച്ചിട്ടുള്ളത് നമ്മൾ ഗസമൻ തോട്ടത്തില് ആ കാര്യം ചിന്തിക്കുന്നുണ്ടാവും. കർത്താവിന് വരാനിരിക്കുന്ന ഇഷ്ടം താൻ വ്യക്തമായിട്ട് അറിയുന്നുണ്ട് താൻ എന്താ അനുഭവിക്കാൻ പോലെ. ഇന്ന് ലോകത്തിലെ ഒരു മനുഷ്യനും അനുഭവിക്കാതിരിക്കുന്ന കാര്യത്തെ അറിഞ്ഞുകൊണ്ട് സാധനം അനുഭവിക്കുന്നില്ല. ഒരു കാര്യങ്ങളുള്ളൂ, നമ്മൾക്കൊരു ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളെയും അറിഞ്ഞുകൊണ്ടാണോ അസുഖം നമ്മൾ അനുഭവിക്കുന്നതല്ല. നമ്മുടെ കർത്താവ് അങ്ങനെയല്ലായിരുന്നു. താൻ തന്നെ വെച്ചിരിക്കുന്നതാണ് ശിക്ഷാവിധി. താൻ തന്നെ ഒരിക്കലും നമ്മൾ വചനപ്രകാരം നോക്കിയാണ് അതിന് ഭയാനകത തനിക്കറിയാം. അത് കണ്ടുകൊണ്ട് താൻ രക്തത്തുള്ളിപോലെ വേർത്ത്. അവിടെ ഒരു കാര്യം തന്നെ ഞാൻ പറയാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് അവിടെ ചിലവർ പറയേണ്ടത് രക്തം വേർത്തുന്നു. അതിന്റെ തെറ്റ് ഞാൻ പറയട്ടെ എന്താണെന്നുള്ള കാര്യം. കർത്താവിന്റെ ഭയം കൊണ്ടുണ്ടാകുന്നുള്ളതായ വേർപ്പിലെ രക്തമല്ല നമ്മുടെ രക്ഷയ്ക്ക് കാരണമായിട്ട്. കർത്താവ് അവിടെ തകർന്നു പോയി താൻ മരിക്കുന്നു വെച്ചപ്പോൾ താൻ ദൈവത്തോട് യാചിച്ചു. പക്ഷേ തന്നെ ശക്തിപ്പെടുത്താൻ തക്കൊണ്ട് ദൂതനെ അയച്ചുകൊണ്ട് തന്റെ ശരീരത്തിൽ തന്നെ ശക്തിപ്പെടുത്തി അവിടെ മരിക്കുവാൻ തക്കോണം ഭയാനകമായ ശിക്ഷാവിധിയെ കണ്ടുകൊണ്ട് താൻ വേർക്കുന്ന അവസ്ഥയിൽ മരിക്കാൻ തക്കോണം ദൈവം ഇടാക്കിയില്ല. തന്റെ മരണം ആ ക്രൂശിൽ പാപത്തിന് പരിഹാരമാണ്. നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് തന്റെ രക്തം വെച്ചിരിക്കുന്നത്. അത് തന്റേതായ ഭയത്തിന്റെ ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാണ്ടല്ല, അത് നമ്മുടെ പാപത്തിന് പരിഹാരമാകൂല. ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട് കർത്താവ് രക്തം എത്ര അടിസ്ഥാന ഉപദേശങ്ങൾ എത്തിക്കുകയാണത്. രക്തത്തുള്ളികൾ പോലെ അത്ര കട്ടിയുള്ളതായി തീർന്നു എന്നാ പറയുന്നത്. അതിനെ വ്യാഖ്യാനിച്ച് കർത്താവിന്റെ ചില കാര്യങ്ങൾ നമ്മളിന്ന് വ്യാഖ്യാനിക്കുന്നതുണ്ടല്ല, അടിസ്ഥാന ഉപദേശങ്ങൾ തകർക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരാൾ സഹോദരൻ പറഞ്ഞതാണ്, അതാണ് ആരാധനയിൽ അവനെ അടിക്ക് തകർത്ത് അവന്റെ എല്ലുകളെല്ലാം ഒട്ടിച്ചുകൊള്ളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇത് കേൾക്കുന്നുണ്ട്. ആൾക്കാർ സ്വതം പോലെ എവിടെ വളരെ വ്യക്തമെന്ന് പറഞ്ഞത് ഒരു എല്ല് ഒടിഞ്ഞിട്ടില്ലെന്ന്. എല്ല് ഒടിയാൻ അനുവദിച്ചിട്ടില്ല. അത് പ്രവചനമുള്ളതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന് എതിരായിട്ടുള്ളതായ നമ്മളുടെ ആരാധനയിൽ പെടുത്തുന്നതായ കർത്താവിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പെടുത്തി കഴിഞ്ഞാൽ ഇത് ദൈവത്തിന് എങ്ങനെ ഇഷ്ടപ്പെടും? ദൈവം അങ്ങനെയൊന്നും ആരെയും കൊണ്ടും അങ്ങനെ ഇല്ലാത്ത പറഞ്ഞിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്കൊണ്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇവിടെ രക്തം കർത്താവിന്റെ രക്തം ഒരു തുള്ളി പോലും തന്നുള്ള പേർക്ക് ചിന്തിച്ചിട്ടില്ല.
തന്റെ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടില്ല. നമ്മെ പ്രതിയാണ് ഓരോ തുള്ളികളും വീണിരിക്കുന്നത്, ഓരോ തുള്ളികളും വീണിരിക്കുന്നത്. അതാണ് എന്റെ മുഖത്ത് എന്ന് പറയാം. അതാണ് കർത്താവ് കരഞ്ഞോണ്ട് പറഞ്ഞ, ഞാൻ തകർന്നു പോവല്ലേ ഈ അവസ്ഥയിൽ. തന്റെ ശിഷ്യന്മാരോട് പറയും, എനിക്ക് വേണ്ടി നിങ്ങൾ ഉറങ്ങാതെ പ്രാർത്ഥിക്കാൻ തക്കോണം. പക്ഷെ അവരുടേതായ പ്രാർത്ഥന പിൻബലമായില്ല. ഞാനവിടെ ആയിരിക്കുകയാണ്, പിതാവേ ഈ പാനപാത്രം നിന്ന് മാറ്റാൻ തക്കൊണ്ട് പറ്റിയ നിനക്ക് പറ്റുമല്ലോ, പക്ഷെ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. നീ മാറ്റിക്കഴിഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നതായ ഈ ശാപഗ്രസ്തിൽ കിടക്കുന്നതായ ഈ ജനതയെ സാത്താൻ അവന്റേതായ അന്തകത്തിൽ നമ്മെ കുറിച്ച്. അപ്പൊ നമ്മെ കണ്ടപ്പോൾ കർത്താവ് വിധേയപ്പെടുകയാണ്. അവിടെ ഒരു രക്തവും തുള്ളിയിട്ടില്ല കേട്ടാ. അത് വ്യാഖ്യാനിക്കുന്നത് എത്ര വലിയ ജ്ഞാനിയായാലും പണ്ഡിതരായാലും അടിസ്ഥാന ഉപദേശങ്ങളെ തെറ്റിക്കുകയാണ്. അത് ഞാൻ ഇപ്പൊ പറയേണ്ടതായതുകൊണ്ട് പറയാണ്. അത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ ആയ ആ ഭയാനകമായ ശിക്ഷാവിധി, ഭയാനകമായ ശിക്ഷമാതി കടന്നുപോയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചതായ ആ വലിയ അനുഗ്രഹത്തിന്റെ എന്താണ് പ്രതിഫലമായിട്ട് കർത്താവിൻ്റെതായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. അത് നമ്മളിപ്പോ നോഹയുടെ ബലത്തിലുള്ളതായ കാര്യങ്ങളും നമ്മൾ ഒരാളാവ് ചിന്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ അതിനകത്തുള്ളതായ ഒരു കാര്യം, ഈ നോഹയുടെ ബലത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ നാം വളരെയധികം കുറിക്കൊള്ളലാണ്. അത് ഇതിനോട് ബന്ധപ്പെട്ടല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞു പോകാൻ തന്നെ ആഗ്രഹിക്കുന്നു. നോഹ എപ്പോഴും തന്റെ പാരമ്പര്യം, തന്റെ മക്കളുടെ ആത്മീയ നിലവാരത്തെ വളരെ അധികം കാത്തു സൂക്ഷിക്കാൻ തക്കോണം ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. അതാണ് യോബ് കാത്തു സൂക്ഷിക്കാൻ തക്കോണം ആഗ്രഹിച്ച വ്യക്തി ആയതുകൊണ്ടാണ് അവര് ഉല്ലാസങ്ങൾ കഴിയാൻ നേരത്ത് അവർക്ക് വേണ്ടി തന്നെ ആകും കഴിച്ചുകൊണ്ടിരുന്നു. ഈ ഉല്ലാസങ്ങളിൽ മതിമറന്ന് ഈ തിന്നുകയും കുടിക്കുകയും മതിമറന്നുകൊണ്ട് ദൈവത്തിന് ദോഷമായിട്ട് വല്ലതും പറഞ്ഞു പോയോ, ചിന്തിച്ചു പോയോ എന്നുള്ളതായ ഭാരത്താൽ അവരെ യഥാസ്ഥാനപ്പെടുത്താൻ തക്കോണ്ടുള്ളതായ വലിയ തന്റെ മക്കളെ കുറിച്ച്, ഭാരതത്തെ കുറിച്ച് ഒരു ഭാരമുണ്ടായിരുന്നു. ഇത് നോഹയിൽ കാണുന്ന ഒരു കാര്യമാണ്. അത് ഇതിനോട് ബന്ധപ്പെട്ട് നേടുന്നുള്ള അവസ്ഥയിൽ കർത്താവ് നമ്മെ കുറിച്ചുള്ള ഭാരമാണല്ലോ ആ ക്രൂശിന്മേൽ കിടന്ന് പിതാവേ ഇവർ ചെയ്യുന്നത് ഇവരറിയാത്തത് ഇവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്ഷമയുടെ ആചരണയുടെ അടിസ്ഥാനത്തിൽ ഇത് ഇയ്യോബില് നമുക്ക് കാണാൻ തക്കോണം പറ്റും. മക്കളെ കുറിച്ചുള്ള നമുക്ക് എത്രത്തോളം നമ്മുടെ മക്കളെ കുറിച്ചുള്ള ഭാരമുണ്ട്. ഞാൻ വളഞ്ഞ വഴിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾ ഒരിക്കലും നേരെയുള്ള വഴിക്ക് വരും. ഞാൻ ദുഷ്ടതാണ് ജീവൻ നയിച്ചിട്ട് മക്കളോട് പറയടാ മോൻ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വളരെ വ്യക്തമായിട്ട് അറിയുന്നതായ മകനും ഉള്ളിലും ആ പറഞ്ഞില്ലെന്ന് പറയും. താൻ എന്നും പറയേണ്ട ആവശ്യമില്ല, പറയാം അങ്ങനെ അല്ലെങ്കിലോ പറയുന്നത്. ഇത് ഞങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പൊ ജീവിതം. അപ്പൊ പറയുന്നത് വെച്ചാൽ മക്കളെ കുറിച്ചുള്ളതായ ഒരു ഭാരവും ഈ ഇയ്യോബിന് ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് നമ്മളെ മക്കൾക്ക് ഒരു ഭാരം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മയും ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്തി വ്യവസ്ഥകൾക്ക് തന്നെ നമ്മളെ വിധേയപ്പെടുത്തി ജീവിക്കാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. പഴയ ദൈവത്തിൽ പറയുന്നുണ്ടല്ലോ, നീ എന്റെ കൽപ്പനകൾ അനുസരിക്കുകയാണെങ്കിൽ നിന്റെ മക്കളെ ഞാൻ അവർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ വടിയും കോലും കൊണ്ട് ശാസിച്ചു കൊണ്ടിരും. പക്ഷെ നീ എന്റെ കൽപ്പന അനുസരിക്കുന്നില്ല എങ്കിൽ നിന്റെ പാരമ്പര്യത്തെ അവരെ ഒഴിക്കാൻ വിടൂ എന്ന് പറയുന്നു. ഇന്ന് അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനിപ്പോ ഇതിനോട് ബന്ധപ്പെട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ താൻ ഓരോ അവരുടേതായ മതിമറന്നുള്ളതായ സന്തോഷങ്ങളെല്ലാം അവരെ കുറിച്ചുള്ളതായ ഭാരമുണ്ടായ ശേഷം താനെപ്പോൾ ഞാൻ കഴിക്കുമായിരുന്നു. ഇന്ന് വീട്ടിൽ കഴിയുന്ന പല പല സൽക്കാരങ്ങളിലെല്ലാം നമ്മൾ ഇങ്ങനെയുള്ളതായ നമ്മളുടെ ആ കിട്ടിയ ആ സമ്പത്തിന്റെ സ്വത്തിൻ്റെതായ എന്താണ് പഴുകൊള്ളപ്പെടുത്ത് കാണിക്കുകയല്ലേ. ഒരു ബർത്ത്ഡേ ഉണ്ടാക്കിയിട്ട് ആ ബർത്ത്ഡേ അട്ടിച്ച് പൊടിക്ക് ബർത്ത്ഡേ ബിബ്ലിക്കലല്ല അവരുടെ ഒരു വിശോധിയുടെ കുടുംബത്തിലെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിബ്ലിക്കലല്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഇത് നമ്മൾക്ക് ദൈവം തന്നെ അനുഗ്രഹത്തിന്റെ നമ്മൾ വെറും അതിൻ്റെതായ ഒരു കാര്യസ്ഥന്മാരാണെന്നാ പറയുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ അങ്ങോട്ട് ദൈവവ്യവസ്ഥ വിട്ടുകൊണ്ടുള്ളതായ ഒരു ഉല്ലാസവും ആഹ്ലാദവും അവിടെ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പറയുന്നുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ യോബ്. അത് എങ്ങനെ പ്രമാണങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ യോബ് ഉണ്ടായിരുന്നതായ മനസാക്ഷിയിൽ ദൈവം കൊടുക്കാനുള്ളതായ ചില സത്യങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനോഭാവം നമ്മളിലുണ്ടാകും. നമ്മ ഈ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഞങ്ങൾ പഠിച്ചു പോയാലല്ലോ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ, ഐക്യത്തിന് വേണ്ടിയാണ് ഈ വിഷയങ്ങളെല്ലാം നാം അവലോകനം ചെയ്യുന്നത്. അപ്പൊ പറയേണ്ട സാരം ഇത്രയേ ഉള്ളൂ,
യോബിന് അങ്ങനെയുള്ള മക്കളെ കുറിച്ച് പാരമ്പര്യത്തെ കുറിച്ചുള്ള ഒരു ഭാരം ഉണ്ടായിരുന്നു. നമ്മൾക്ക് നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച്. ഇപ്പൊ ഞാൻ എന്റെ മക്കളോട് ഇപ്പൊ ഇതിനകത്ത് കേൾക്കുന്നില്ല, അവരുടെ മക്കളെ കുറിച്ചുള്ളതായ ഭാരം ഒക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ അവരുടെ മക്കൾ അന്ധകാരത്തിൽ പോകും. ഞാൻ എപ്പോഴും എന്റെ കണ്ണീരോട് പ്രാർത്ഥിക്കുന്നത് എന്റെ പാരമ്പര്യം ഒരു വ്യക്തി പോലും, ഒരു ആത്മാവിനെ പോലും അത് കയ്പിന്റെ ആത്മാവ് ഉണ്ടാകല്ലേ, ഒരു അന്ധകാരത്തിൻ്റെതായ ആത്മാവ് ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുകയാണ്. ഇത് എന്നെ പോലും പ്രശംസിക്കാൻ പറയാനല്ല, നമ്മൾ ഓരോരുത്തരും വിശ്വാസികളായിരിക്കുന്നത് ചെയ്യേണ്ടതാണ്. അതിന് ഉദാഹരണമാണ് ഈ യോബിനോടുള്ള ബന്ധത്തിൽ. എബ്രാഹിമിനോടുള്ള ബന്ധത്തിലുള്ള കാര്യം നമുക്ക് ഇനി ഉള്ളത് സമയം അതുകൊണ്ട് എബ്രാഹം. അപ്പോ ഇത് നാലാമത് കടന്നു വന്നത് എബ്രാഹാമാണ്. എബ്രാഹിം എന്തുകൊണ്ടാണ് നാൾ വഴി ആകുന്നത്? അത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യമാണ്. എബ്രാഹാം ഒരിക്കൽ ഒരു കാര്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെതായ ആ അവസ്ഥയെ താൻ തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി. ദൈവം തന്റെ പുത്രനെ മാനവരാശിക്ക് വേണ്ടി കൊടുക്കുന്നതിൻ്റെതായ ഒരു നേടായിത്തീരുവാത്തക്കവണ്ണം തന്റെ ഏകജാതി, തനിക്ക് ഏകപുത്രനുണ്ടായിരുന്ന ആളായ ഈസാക്കിനെ യാഗമായി കൊടുക്കാൻ തക്കവണ്ണമുള്ള ആ മനോഭാവം, അനുസരണം, അത് എബ്രാഹിമിൽ കാണുമെന്നൊക്കെ ഇടയായി. അതാണ് താൻ വലിയൊരു നാഴികക്കല്ലായത്. സ്വർഗസ്നായ പിതാവിന് താനൊരു ഒരു നേടായി തിരുവനന്തപുരം ഇടയായി. അപ്പോ പുത്രനെ തന്നെ പിന്നെ വിശ്വാസിയുടെയുള്ളതായ. അപ്പൊ അവിടെ കൊണ്ട് നോക്കിയാണെങ്കിൽ വേറെ കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. യിസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ തീയുണ്ട്, വിറകെല്ലാം ഉണ്ട്, എന്നാ യാഗ മൃഗം എവിടെ എന്ന് ചോദിച്ചപ്പോൾ താനൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അത് വളരെ കുറിക്കൊള്ളുന്ന കാര്യമാണ്. എന്നാ ദൈവം കരുതിക്കൊള്ളൂ. അതിന് നമ്മൾ വിചാരിക്കേണ്ട അവനെ ആശ്വസിപ്പിക്കാൻ തക്കോണം പറയാറ്. പക്ഷെ അതിന് ഒന്ന് രണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ തക്കോണം കേട്ട് ചിന്തിക്കാൻ തക്കോണം ഉണ്ട്. പക്ഷേ തന്റെ വിശ്വാസത്തെ നാം കാണണം. നമുക്കറിയാം ആ വിശ്വാസത്തിന്റെ ചില കാര്യങ്ങളിലൂടെ തന്റെ മകൻ കത്തി ചാമ്പലായി കഴിഞ്ഞാലും അതിൽ നിന്ന് വീണ്ടും തന്റെ മകനെ ഉയർത്തി കൊടുക്കാൻ തക്കോണം ശക്തനായ ഒരു ദൈവത്തിന്റെ കൽപ്പനയാണ് താൻ അനുസരിക്കുകയാണ്. പിന്നെ വേറെ കാര്യം കൂടെ എബ്രാഹിമിനോട് ബന്ധപ്പെട്ട് ചെയ്യണം. താൻ കേട്ടതായ കാര്യങ്ങളെ പരിപൂർണമായിട്ട് ദൈവികമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിധേയപ്പെടുന്നവർ. അവിടെ തന്റെ കിട്ടിയ കൽപ്പനകളെല്ലാം ദൈവം തന്നെയാണോ, ദൈവം നൽകിയതായ പുത്രനെ ദൈവം തന്നെയാണോ യാഗമായി കഴിക്കാൻ തക്കവണ്ണം പറയുന്നത് എന്ന് പറഞ്ഞുള്ളതായ ഒരു ചിന്താഗതി ഉണ്ടായില്ല. തന്റെ ഭാര്യയോട് പോലും ഇത് പറയാതെയാണ് തന്റെ പുത്രനെ താൻ യാഗം കഴിക്കാൻ തക്കണം ബോധ്യം അത് കൊണ്ടുപോകുന്നു. അപ്പൊ അതുകൊണ്ട് മനസ്സിലാകുന്നത് വിധേയപ്പെടുന്ന ഒരു വ്യക്തി. അത് നമ്മൾ കാണുന്നത് കർത്താവിന് വിധേയപ്പെടുന്ന ആളുടേതായ പിതാവിന് വിധേയപ്പെടുന്ന ആളുടേതായ വിധേയത്തെ എബ്രാഹിമിന് കാണുന്നുണ്ട്. ഇഷാക്കില് കാണുന്നത് പിതാവിനെ വിധേയപ്പെട്ടുകൊണ്ട്, ഒരാളെ വിധേയപ്പെട്ടുകൊണ്ട് താൻ തന്നെ കെട്ടി അവിടെ ആ യാഗപീഠത്തിൽ വെക്കാൻ നേരത്ത് താൻ ഏതാണ് ഇടറിയതായിട്ടൊന്നും വായിക്കുന്നില്ല. അത് കർത്താവിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റേതായ പ്രശംസകൾ ഒന്നും ചെയ്യുന്നില്ല, എന്റെ പിതാവ് പറയുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി കൂടാതെ അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ പോലെയുള്ളതായ സ്വയം പ്രശംസകല്ല ചെയ്യുന്നു, പിതാവിന്റെ വചനപ്രകാരം ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു മാതൃകയായിട്ട് നമുക്ക് ഈ എബ്രാഹിമിന്റേതായ ജീവിതം കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ തന്നെ ഇടയാവും. അവിടെ എബ്രാഹിമിന്റേതായ ഈ നല്ലൊരു സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എബ്രാഹിമിൽ തന്നെയാണ് ആ ആദാമിൽ കൊടുത്ത സ്ത്രീയുടെ സന്ധി തപ്പത്തിൽ തലയെ തകർക്കും പറഞ്ഞുകൊണ്ടുള്ളതായ ആ വാഗ്ദാനത്തിന്റെ വേറൊരു വശം ഇവിടെ ഉണ്ട്. എന്നുവെച്ചാൽ എബ്രാഹാമിന്റെ ഈ അനുസരണത്താൽ എബ്രാഹിമിന് അനുഗ്രഹം ദൈവം കൊടുക്കണം. നീ സകല ജാതികൾക്കും അനുഗ്രഹത്തിന് കാരണമാവും. സകല ജാതികൾ തന്റെ പാരമ്പര്യത്തിന് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, എബ്രാഹിമിന് നമ്മൾ ഗലാത്യർ വായിക്കുന്നുണ്ടല്ലോ, എബ്രാഹിമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടേന്ന്. യേശുക്രിസ്തു മരത്തിന്മേൽ ശാപഗ്രസ്തനായി തീർന്നു. എങ്ങനെയാ? സ്വന്തം ജാതി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. സ്വന്തം ജാതി തള്ളിക്കളഞ്ഞുകൊണ്ട് ആ മരത്തിന്മേൽ ശാപഗ്രസ്തനായി തീർന്നപ്പോഴാണ് നമുക്കും ഈ പ്രയോജനം ഉണ്ടായത്. ഈ അനുഗ്രഹത്തിന്റെ അവസ്ഥ എബ്രാഹിമിന് കൊടുത്ത കാര്യമാണ് അവിടെ ഗലാത്യർ വായിക്കുന്നത്. അപ്പൊ ഇവിടെ എബ്രാഹിമിനോട് ബന്ധത്തിൽ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സകല ജാതികൾക്കും തന്റെ അനുസരണത്തിനാൽ ദൈവം വാഗ്ദത്തമായിട്ട് കൊടുത്തതാണ് നിത്യജീവന്റെ
പ്രത്യാശ എന്ന് പറയുന്നത്. അങ്ങനെ സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി അവിടെ കാണാൻ തക്കുന്നുള്ളത്, പരിച്ഛേദന എന്നുള്ളതായ ഒരു ഉടമ്പടി ലഭിച്ചതാണ് ഈ എബ്രാഹം എന്ന് പറയുന്നത്. അപ്പൊ ഉടമ്പടിയുടെ അവസാനമാകുന്ന നമ്മുടെ കർത്താവിന് മുന്നോടിയായി പരിച്ഛേദനയുടെ ഒരു ഉടമ്പടി കൊടുത്തത്. അപ്പോ അവിടെ നാം കാണുന്നുണ്ടല്ലോ, നമ്മളെ ഈ ഇതോട് ബന്ധപ്പെട്ട് വായിക്കുന്നത് റോമാലേഖനം 3-ാം അധ്യായത്തിലാണ്. അവിടെ പറയുന്നുണ്ട്, ഹൃദയ പരിച്ഛേദനയാണ് പരിച്ഛേദന, അല്ലാണ്ട് ജഡം കൊണ്ടുള്ളതായ പരിച്ഛേദന അല്ല പരിച്ഛേദന. അപ്പോ നമുക്കിന്ന് ഹൃദയ പരിച്ഛേദനയാണ് ലഭിച്ചതെന്ന കാര്യത്തോട് ബന്ധപ്പെട്ട് ഈ പരിച്ഛേദനയുടെ വ്യവസ്ഥ കൊടുക്കുന്നത് ജഡത്തിനെ മുറിക്കുക എന്നുള്ളതാണ്. എന്റെ ഒരു വിശ്വാസിയുടെ മാനദണ്ഡം അവൻ ജീവിക്കുന്നത് ജഡവ്യവസ്ഥയിലല്ല, എന്നാൽ ആത്മീയ വ്യവസ്ഥയിലാണ്. ജഡത്തെ അനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കുന്നുണ്ട്, എന്നാൽ ആത്മാവിനനുസരിച്ച് കഴിഞ്ഞാൽ ആത്മാവിന്റെ ബലം ഉണ്ടാവും. ജഡത്തിനനുസരിച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, ദുർചിന്ത, ദ്വന്ദ്വഭാഷം, അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നു. പിന്നെ ആത്മാവിനനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോ ജഡത്തിൻ്റെതായ ഒരു അവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസിയുടേതായ കാര്യം. എന്നാൽ പരിച്ഛേദന വെളിപ്പെടുത്തുന്നതാണ്. നമ്മുടെ സ്ഥാനം ഒരാളെ വെളിപ്പെടുന്നതാണ്. സ്ഥാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് പല വിധത്തിൽ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോ സ്ഥാനം പഠിപ്പിക്കാൻ തക്കൊണ്ടാണല്ലോ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ പരിച്ഛേദനയോട് പറ്റുന്ന ചില കാര്യം ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. പരിച്ഛേദന കർത്താവിൻ്റെതായ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചുകൊണ്ട് അവൻ മരിച്ചു, അടക്കപ്പെട്ടു, നാമും കർത്താവിന് മരിച്ചു, അടക്കപ്പെട്ടു, ഹൃദയത്തിൽ കാണിക്കുന്നത് ഇല്ലെന്നില്ല പറയുന്നില്ല. പക്ഷേ സ്ഥാനത്തെ കുറിച്ച് റോമാലേഖനം 6-ാം അധ്യായം വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ എത്രയോ ആഴമേറിയ കാര്യങ്ങളിലാണെന്ന് അറിയാൻ പറയും. ആ സ്ഥാനപ്പെട്ടിരിക്കുന്ന അവന്റെ മരണത്തോട് ചേരുവാൻ തക്കോട് സ്ഥാനപ്പെട്ടിരിക്കും എന്ന് പറയും. അപ്പോ അവിടെ സ്ഥാനപ്പെട്ടിരിക്കുമ്പോഴാണ്, അപ്പോ സ്ഥാനം കൊണ്ട് രക്ഷയെന്നല്ല പറയുന്നത്, നമ്മൾ വിശ്വാസത്തിൽ അവന്റെ മരണത്തോട് ചേർന്നാണ്. പിന്നെ എന്തിനാണ് ഈ സ്ഥാനത്തോട് ബന്ധപ്പെട്ട് മരണത്തോട് ചേർന്ന കാര്യം പറയുന്നത്? അതൊന്നും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നില്ല നമ്മുടെ ഇടയിൽ. ആരും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ചെയ്യാൻ തക്കവണ്ണം പറ്റാത്ത കാര്യം, ചെയ്യാത്ത കാര്യത്തെ കുറിച്ചുള്ളതായ ആ കുറവ് നമ്മൾ നികത്താൻ തക്കവണ്ണം പറയുന്നു മാത്രം. ആരെയും താഴ്ത്തിയിട്ട് നമ്മൾ വലിയ ആളാകുകയല്ല. പറയേണ്ട കാര്യത്തിലേ ഉള്ളു. അവന്റെ മരണത്തോട് ചേർന്നപ്പോൾ സ്ഥാനപ്പെട്ടിരിക്കുന്ന ഇത് ചിലർ അതിന് പറയുന്നത് ആത്മശാനവും. ആത്മശാനവുമ്പോ പിന്നെ പറ്റുന്നില്ല. ആത്മശാനം രക്ഷിക്കപ്പെട്ട ശേഷം പിന്നെ ആത്മശാന്ത രക്ഷിക്കപ്പെട്ട് സമരമാകും. അപ്പൊ അവിടെ ആത്മശാനം എന്ന് പറയുന്നത് ജലസ്നാനത്തിൽ ബുദ്ധിമുട്ടാണ് പറയാറുള്ളത്. അപ്പൊ ജലസ്നാനം എന്ന് പറയുന്നത് അത് മരണത്തോട് ചേരാൻ തക്കോണം. അവന്റെ മരണത്തിൽ ചേർന്നവൻ അവൻ്റെതായ ഉരുവിനോട് നമ്മൾ സദൃശ്യരാകും. ഉയർത്തെന്നാണ് പറയുന്നത്. ഉയർത്ത ക്രിസ്തു ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്, പാവത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. അപ്പോ നാം ഉയർന്നു പറഞ്ഞാല് പരിപൂർണമായിട്ട് ജഡത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, ഇനി ആത്മാവ് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തക്കവണ്ണമുള്ളതായ ഒരു ജഡത്തിൻ്റെതായ സംഹാരമാണ്, അല്ലെങ്കിൽ ഒരു പരിച്ഛേദനയാണ് സ്ഥാനത്തോട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നത്. അപ്പൊ സ്ഥാനത്തെ കുറിച്ച് പഠിപ്പിക്കാൻ നേരത്തുള്ളതായ ചില വിഷയങ്ങളിൽ നമുക്കത് തന്നൊരു വിഷയം ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ എബ്രാമിനോട് ബന്ധപ്പെട്ട് ഈ പരിച്ഛേദന വെളിപ്പെടുത്തുന്നത് ഈ ജഡത്തിൻ്റെതായ ഒരു വിശ്വാസിയുടെ ആളുള്ളതായ ജഡത്തിന് വേണ്ടിയല്ല വിശ്വാസി ജീവിക്കുന്നത്, എന്നാൽ അവൻ ആത്മാവിനെ അനുസരിക്കണം. നമ്മൾ റോമായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ആത്മാവിനെ അനുസരിച്ചെടുത്താൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴുള്ള മക്കളെന്ന് വിളിക്കപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന അവസ്ഥയല്ല. ഇല്ലേ, കുഞ്ഞുങ്ങളായത് എങ്ങനെയാ? അവൻ സ്വന്തത്തിൽ വന്നു, സ്വന്തക്കാരോ അവനെ കൈകൊണ്ടില്ല, എന്നാൽ അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാകാനുള്ള. മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് തെറ്റാണ്. അത് ടെക്നത്തിയോയി ധനസായി എന്ന് കൊടുത്തത്. ടെക്ന എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ എന്നാണ്, ഓസോയി എന്ന് പറയുന്നതാണ് മക്കൾ എന്ന് പറയുന്നത്. മക്കൾ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഉയർന്ന അവസ്ഥ, വളർച്ച പ്രാപിച്ച അവസ്ഥയാണ്. ഒരു ആത്മീയന്റെ വളർച്ച അവസ്ഥയാണ് മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ പറയണത് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവത്തിന്റെ മക്കൾ വിധിക്കപ്പെടുന്ന അവസ്ഥയിൽ. അപ്പോ ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് രക്ഷ ലഭിക്കുന്നുള്ളതായ വ്യാഖ്യാനം ചില ആൾക്കാർ പറയുന്നത് അതല്ല അവിടെ അർത്ഥമാക്കുന്നത്. അർത്ഥമാക്കുന്നത് മക്കൾ പിന്നെ ആത്മാവനുസരിച്ച് ജീവിച്ചു ആത്മീയ ബലം കാഴ്ചകൊണ്ട് വളരുന്നുള്ള അവസ്ഥയിലോട്ടുള്ള അവസ്ഥ പറയുന്നു. ആ വളർച്ചയെ കുറിച്ചിട്ട് കർത്താവ് നമ്മുടെ ഗീത് പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയാക്കുന്നതായ ചില വസ്തുനിഷ്ഠമായിട്ടുള്ളതായ പ്രയോഗങ്ങളാണ് ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ അത് അറിയാൻ തക്കവണ്ണം നമുക്ക് പറ്റും. അപ്പൊ
മക്കൾ എന്നുള്ള അവസ്ഥയിലോട്ട് വളരാതെ കൊണ്ടുള്ള അവസ്ഥയെ നമ്മെ ദൈവം ഇങ്ങനെയുള്ളതായ മറ്റ് ഈ നാഴികക്കല്ലോടുകൂടിയുള്ളതായ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് വെളിപ്പെടുത്തുന്നു. പിന്നെ ഇനി അടുത്ത നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് നാഴികക്കല്ല് യോസേപ്പാണ്. യോസേപ്പിനോടുള്ള ബന്ധത്തിൽ കർത്താവിനോടുള്ള വലിയ ഒരു നേടാത്തീരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വെള്ളിക്കാശിന് വിധിക്കപ്പെട്ട ശേഷം, സ്വന്തം ജനത വിളിക്കപ്പെട്ട ശേഷം അവർക്ക് തന്നെ താൻ അത്ഭുതത്തിന് കാരണമാക്കിയത് യോസേപ്പ് 20 വെള്ളിക്കാശിന് വിറ്റ ശേഷം 30 വെള്ളിക്കാശിന് വിറ്റതായ നമ്മുടെ കർത്താവിൻ്റെതായ ഒരു നേടായി തീരുവന്നൊക്കെ യോസേപ്പിനുണ്ടായി. വിശുദ്ധിയുടെ പര്യായമാണ് യോസേപ്പ്. താൻ ഒരു കാരണവശാലും ആ പോന്തിഫോറിന്റേതായ ഭാര്യക്കൊന്നും താൻ അവരുടെ ഇംഗിതത്തിന് വിധേയപ്പെട്ടില്ല. എല്ലാവർക്കും താൻ വിധേയപ്പെടാമായിരുന്നെങ്കിലും തന്നെ ദൈവം പിടിച്ചേക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് താൻ ജീവിച്ചു. താൻ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനം ജീവിച്ചെന്ന് പറയാം. ന്യായപ്രമാണം ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായ വ്യക്തിയാണല്ലോ യോസേപ്പ്. അപ്പോ ദൈവം തന്റെ മനുഷ്യരിലൂടെയും തന്റെ മാതാപിതാക്കന്മാരുടെ കൂടെ ആണെങ്കിലുള്ളതായ ആ ശിശുനാടുകൂടെയും വിധേയപ്പെട്ടുകൊണ്ട് അവസാനം വരെയും താൻ തന്റെ വിശുദ്ധിയെ കാത്ത് he was not ready to give up his that holiness for a sale purpose. അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടി for a gain he did not sacrifice his soul. അതാ പറയുന്നത് സ്പിരിച്വൽ ടെമ്പറൻസ്. അപ്പോ ഇത് നമുക്ക് വ്യക്തമായിട്ട് യോസേപ്പിൽ കൂടി നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ യോസേഫ് മൊറാലിറ്റിയുടെയുള്ളതായ ഒരു പര്യായമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ യോസേപ്പിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത്, അതിനാൽ താൻ ആരാ തന്നെ താൻ തള്ളപ്പെട്ടു പോയി അവർക്ക് വേണ്ടി താൻ അനുഗ്രഹത്തിന് പാത്രമായി തീർന്നു. ഇനി യഹൂദൻ തള്ളിയാൽ അതേ യഹൂദൻ തന്നെയാണ് ഈ തള്ളപ്പെട്ട ക്രിസ്തു തന്നെ യഹൂദന്റെ രക്ഷകരായിട്ട് വരാൻ പോകും. അപ്പൊ അവര് തള്ളിയാണെങ്കിൽ തന്നെയും അവർക്ക് തന്നെ അനുഗ്രഹമായി തീരുകയാണ്. ഇവിടെ യോസേപ്പിനും അതിൻ്റെതായ സഹോദരന്മാർ ചെയ്തുള്ള കാര്യത്തോട് ബന്ധപ്പെട്ട് നമുക്ക് നേരായിട്ട് കാണുന്ന നാഴികലായിട്ട് വരുന്ന അങ്ങനെയാ. അവര് തള്ളിക്കളഞ്ഞു. അവര് വരുന്ന അനുഗ്രഹങ്ങളും മറ്റുമല്ല അവൻ സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തിയപ്പോ അവർക്ക് അവനോടുള്ളതായ ഒരു അസൂയ തോന്നിയത്. അതിന് സ്വന്തം സഹോദരന് വരുന്ന അനുഗ്രഹത്തിൽ അവർ സന്തോഷിക്കാൻ തക്കവണ്ണമാണ് വേണ്ടതെങ്കിലും അതിൽ സന്തോഷിക്കാനല്ല, അസൂയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്തെല്ലാം ദോഷമാണ് അവർ പോലും അവരന്വേഷിച്ചതായ അവനെ അവർ 20 വെള്ളിക്കാശിന് വിറ്റു. കർത്താവിന് അത് തന്നെയാണല്ലോ പറ്റിയത്. സ്വന്തത്തിലൂടെ വന്നു സ്വന്തക്കാരോ 20 വെള്ളിക്കാശിന്. അപ്പൊ അതിന് നേടാത്തിരുന്ന ഒരു കാര്യം നോക്കാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്നത് താൻ ഒരു വൈരാഗ്യവും മനോഭാവം ഉണ്ടായിട്ടില്ല. കർത്താവ് ഒരിക്കലും നമ്മുടെ പാവത്തിന് വേണ്ടി കർത്താവ് മരിച്ചെന്നുള്ളതായ ഇവരാണല്ലോ എന്റെ ഇത്രയും ശിക്ഷാവിധിക്ക് കാരണമായി തീർന്നാണ് ഒരു വൈരാഗ്യം ഉണ്ട്. നമ്മെ സ്നേഹിച്ചുകൊണ്ട് കർത്താവ് ചെയ്തു. കർത്താവ് അതാണ് പൊരുന്നതിട്ട് പറയുന്നുണ്ട്, സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളെ ചൂടാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. അപ്പോ സ്നേഹമാണ് ഏറ്റവും വലുത്. അപ്പൊ ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മെ സ്നേഹിച്ചുണ്ടായിരുന്നു, അല്ലാതെ ഈ പാപത്തിന്റെ ഇവർ ചെയ്ത പാപത്തിന്റെ ശിക്ഷാവധിയുള്ളൂ ഉപകാരം വെച്ച് കഴിഞ്ഞാൽ അനുഭവിക്കുന്നുണ്ട് നമ്മെ ഉള്ളിൽ താൻ ശപിക്കില്ലായിരുന്നു. നമ്മെ കണ്ടുകൊണ്ട് നമുക്ക് ഒരാഴ്ച അനുഗ്രഹത്തെ കണ്ട് അവൻ നമുക്ക് എബ്രാഹിത്ത് വായിക്കുന്നുണ്ടല്ലോ, അവനെല്ലാം നിസ്സാരമായി എണ്ണി എന്ന് പറയുന്നു. അപ്പൊ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യോസേപ്പിന്റെ ഉള്ളതായ ഒരു സത്യം. അവരെ വീണ്ടും സ്നേഹിക്കുകയാണ്. അവർ വിചാരിച്ചു യോസേപ്പ് യാക്കോബ് മരിച്ച ശേഷം വൈരാഗ്യം വിട്ടു. പറയുന്നുണ്ട് ഞാൻ. അപ്പൊ അവിടെ വേറെ കാര്യം വേണ്ടത്, സകല നന്മയ്ക്കായിട്ട് കൂട്ടി വേദനിക്കുന്നു പറയുന്ന ഉള്ളതായ ആ സത്യത്തെ വെളിപ്പെടുത്താൻ തക്കവണ്ണം ഈ യോസേപ്പിന്റെ ജീവിതം നേടാക്കി സകല നന്മയ്ക്കായിട്ട് വേദനിക്കുക. വൺ ബൈ ഒന്നായിട്ട് തന്റെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളോട് ദൈവം നടത്താൻ നേരത്ത് വളരെയധികം ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പോ നമുക്ക് മനസ്സിലാകാൻ തക്കവണ്ണമുള്ളത് ആ യോസേപ്പ് നാഴികമില്ലാത്തിരുന്നുള്ളതായ ചില പ്രത്യേകമായ കാര്യമാണ്. ഇനി മോശമുള്ള ബന്ധത്തിൽ സമയം അപ്പോ മോശമുള്ള ബന്ധത്തിനൊന്ന് ചിന്തിക്കണം. അത് ചിന്തിച്ചിട്ട് സമയപ്പോ ഞാനത് ശ്രദ്ധിച്ചില്ല, 9:33. അയ്യോ, അത് മറ്റു വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് പോകാം. അടുത്ത ആഴ്ചയിൽ അത് സംക്ഷിപ്തമായി പറയാൻ നേരം. ഇവിടെ ബലഹീനമായിട്ടുള്ളതായ ശരീരത്താൽ
ഒരിക്കലും നിവൃത്തിയിരിക്കാൻ കൊണ്ട് പറ്റാത്ത പ്രമാണങ്ങളുടെ ലിഖിത രൂപം, ആ നിവൃത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് നിവൃത്തിയിരിക്കുന്നതായ പ്രമാണങ്ങളുടെ ലിഖിത രൂപം താൻ നേടിയവനാണ്. അങ്ങനെ ന്യായപ്രമാണ ന്യായപ്രമാണം മോശം വന്നു, കൃപയിൽ സത്യമോ യേശുക്രിസ്തു മൂലം എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ന്യായപ്രമാണമാണ് ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ വെളിപ്പെടുത്താൻ. അപ്പൊ പുത്രം ചെയ്തു തീർക്കാനിരിക്കുന്നതായ രക്ഷണ്യ വാല്യയുടെ ആ ആഗ്രഹങ്ങളെ വെളിപ്പെടുത്തുന്നതായ പ്രമാണമാണ് മോശ നേടിയത്. അവര് ജനത്തിന് വേണ്ടിയല്ല, ഒരിക്കലും ഈ ബലഹീന ജനം കൊണ്ട് തീർക്കാൻ തക്കോണം ചെയ്യാൻ തക്കോണം പറ്റുന്ന ദൈവം അറിഞ്ഞുകൊണ്ട് പുത്രനെ ഉദ്ദേശിച്ചാണ് താൻ ന്യായപ്രമാണങ്ങളെല്ലാം കൊടുത്തത്. അതാണ് ഗ്രഹിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോട്ടെ, വ്യാഖ്യാനിക്കുന്നില്ല. അനുസരണക്കേടിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായ ലക്ഷ്യപ്രാപ്തി ലഭിക്കാത്ത ഒരു വ്യക്തിയാണ്. നമ്മളോട് ബന്ധപ്പെട്ടും നമുക്ക് പൂർണ്ണമായിട്ട് ലക്ഷ്യപ്രാപ്തി വെച്ചിട്ടുണ്ട്, അനുസരിക്കഴിഞ്ഞാൽ അത് നേടാതെ പോകും. അതിന് മുന്നോടിയാണ് ഈ മോശം. താൻ അതിനെ അടിക്കരുത് പറഞ്ഞു, അടിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കാനാൻ ദേശം സന്ദർശിക്കാൻ കടന്നു പോകാൻ തക്കവണ്ണം ദൂരെ നിന്ന് കാണാൻ തക്കവണ്ണം ഇടയായത്. അപ്പൊ ഇതാണ് നാഴികക്കല്ലായിട്ട് വരുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കർത്താവിന്റെ മരണത്തോടും അവർക്ക് അല്ലെങ്കിൽ രക്ഷന്റെ പേരുള്ള ബന്ധത്തില നാഴികക്കല്ലായിട്ട് നാം ചിന്തിക്കുകയായി. ദൈവനാമത്തിൽ കാണട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ബന്ധത്തിൽ ഈ സംശയങ്ങളിനോട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സംശയമുണ്ട്, ഈ സമയം ഇല്ലല്ലോ. അപ്പൊ വല്ല സംശയങ്ങളോട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ